ഇന്ന് ഈ NTSC നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനെ സംബന്ധിച്ച ഇതിൻ്റെ 2 ഘട്ട പരീക്ഷകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുകയും കൃത്യസമയത്ത് അതിനകത്ത് പങ്കെടുക്കുവാനായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കുട്ടികളോടൊപ്പം പ്രത്യേകിച്ചും ഇന്ന് അവധി ദിവസം കൂടിയായതിനാൽ രക്ഷാകർത്താക്കളും ഈ സെഷൻ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് കരുതട്ടെ. അങ്ങനെ ഈ സെഷൻ ശ്രദ്ധിക്കുന്ന രക്ഷാകർത്താക്കൾക്കും ഈ സെഷനിലോട്ട് സ്വാഗതം ആശംസിക്കുന്നു. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും കൂടാതെ നേരിട്ട് ടാർഗറ്റ് NTSC എന്ന ഇൻസ്പയർ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന വർക്ക്ഷോപ്പോട്ട് കിടക്കും. ഇതിൽ ഞാനിതിൻ്റെ ആദ്യ ഭാഗത്ത് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. ആ സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ മെസ്സേജുകളെല്ലാം ശ്രദ്ധിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഞാൻ ആ സ്ക്രീനിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഈ സെഷൻ ആദ്യത്തെ ഭാഗം പ്രസൻറ്റേഷന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ചോദിക്കുവാനുള്ള അവസരം ഉണ്ട്. അത് NTSCയെ സംബന്ധിച്ച് സംശയങ്ങളുമാകാം, നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച്, ഹയർ സ്റ്റഡീസിനെ സംബന്ധിച്ച് ഒക്കെ നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സംശയമുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഈ ഇരിപ്പിൽ മറുപടി തരാൻ സാധിക്കും എന്ന വിശ്വാസം കൊണ്ട് അല്ല പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ, എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് സംബന്ധിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ പറയും. ഉത്തമ ബോധ്യമില്ലാത്തതോ ഓർമ്മയിലില്ലാത്തതോ അറിയാത്തതോ ആയ കാര്യങ്ങളാണെങ്കിൽ അതിനെ ഇപ്പോൾ മറുപടി പറയില്ല. പിന്നീട് പറയാൻ സാധിക്കുന്നതാണെങ്കിൽ അത് പിന്നീട് അറിയിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊന്നും ചോദിക്കുവാനുള്ള മടിയൊന്നും ആവശ്യമില്ല. ഇതൊരു വെബിനാറാണ്. അതിനാൽ നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈക്രോഫോണോ നിങ്ങളുടെ വെബ് ക്യാമോ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ സാധിക്കില്ല. അത് മ്യൂട്ട് ചെയ്തിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ റൈസ് ഹാൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സംസാരിക്കുവാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നതാണ്. ആ സമയത്താണ് നിങ്ങൾ റൈസ് ഹാൻഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പെർമിഷൻ തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം. അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ രീതി. അങ്ങനെയാണ്. അതിൽ വെബ് ക്യാം ഓൺ ചെയ്യാനുള്ള സൗകര്യം കൂടി തരും. അതുകൊണ്ട് ചോദ്യവും സംശയങ്ങളും ചോദിക്കുന്ന കുട്ടികൾ വെബ് ക്യാം ഓൺ ചെയ്ത് സംസാരിക്കുന്നതാണ് താല്പര്യം. ആരാണ് ചോദിക്കുന്നത് എന്ന് അറിയാനും കാണാനും, കണ്ട് സംസാരിക്കുന്നതിൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് മൈക്രോഫോണോ വെബ് ക്യാമോ ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതിൽ NTSCയെ സംബന്ധിച്ച് എത്ര പേർക്ക് NTSCയെ സംബന്ധിച്ച് NTSC എപ്പോൾ എങ്ങനെ ഉണ്ടായി, എന്തിനുണ്ടായി എന്നതൊക്കെ ഏറെ പേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും കുട്ടി എന്തിനാണ് ഈ പരീക്ഷ നടത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെയൊരു സ്കോളർഷിപ്പ് സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന വ്യക്തത ഇല്ലെങ്കിൽ ആ വ്യക്തത ഒരാൾക്ക് പോലും ഉണ്ടാകാതിരിക്കരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്കോളർഷിപ്പ് സ്കീം എന്തിനുണ്ടായി, എന്തിനാണ് ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് സ്കീം ഉണ്ടാക്കിയത് എന്ന് വിശദീകരിക്കുന്നത്. നമുക്ക് നമ്മുടെ എല്ലാ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് സ്കോളർഷിപ്പുകളെ സംബന്ധിച്ച് ധാരാളം വ്യാജ സന്ദേശങ്ങളും വ്യാജ വാർത്തകളും ധാരാളമായി പ്രചരിക്കാറുണ്ട്. അതൊക്കെ
വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അന്വേഷിക്കാതെ ധാരാളം പേർ ഇത് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത് പതിവാണ്. എന്നാൽ അതേസമയം വളരെ സുപ്രധാനമായ, രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായ പരീക്ഷകളെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടാറുമില്ല. പത്രങ്ങൾ പോലും ഇത്തരം പരീക്ഷകളെ കുറിച്ചിട്ടുള്ള പ്രചാരം നൽകുന്നതിൽ വളരെ വിമുഖത കാണിക്കുന്ന ഒരനുഭവം നമുക്ക് ഉള്ളതാണ്. ഇവിടെ അതുകൊണ്ടാണ് NTSEയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന പേരിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സ്കോളർഷിപ്പ് സ്കീം കൊണ്ടുവന്നത് 1963-ലാണ്. എന്തിനാണ് 1963-ൽ അത്തരം ഒരു സ്കോളർഷിപ്പ് സ്കീം കൊണ്ടുവന്നത്? നമുക്കറിയാം, നമ്മൾ 1947-ൽ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത്. നമ്മൾ ധാരാളം ഒന്നും വളർന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയെ പോലെ അല്ലെങ്കിൽ റഷ്യയെ പോലെ ഒന്നും വളർന്നില്ല എന്നൊക്കെ അഭിപ്രായം ഉള്ളവരുണ്ട്. അതിന് യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ലോകത്ത് ഇന്നുള്ള പല കോർപ്പറേറ്റ് കമ്പനികളുടെയും ഉന്നത സ്ഥാനത്ത് CEO-മാരായിട്ട് ധാരാളം ഭാരതീയരുണ്ട്. ഇന്ത്യക്കാരായ ധാരാളം പേര്, ഗൂഗിളിന്റെ ആണെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിലും അങ്ങനെയുള്ള ധാരാളം നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചതിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ചത് നമ്മുടെ രാജ്യത്ത് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ള ധാരാളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ ധാരാളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ തുടക്കം കുറിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവയൊക്കെ സ്ഥാപിക്കുവാനുള്ള തുടക്കം നമുക്ക് കുറിക്കാൻ സാധിച്ചത് ഇന്ന് ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡിപെൻഡൻസിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ്. അതിന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നായിരുന്നു ആദ്യകാലത്ത് അതിന്റെ പേര്. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഏറെക്കുറെ എല്ലാ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പിറവിയെടുത്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ശേഷം ടെക്നോളജി എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ബംഗാളിൽ ഖരഗ്പൂരിൽ സ്ഥാപിതമായ ആദ്യത്തെ IIT. രാജ്യത്തെ കിഴക്കാണ് ആദ്യത്തെ IIT സ്ഥാപിതമായത്. രണ്ടാമത് പടിഞ്ഞാറ് ബോംബെയിൽ, മൂന്നാമത്തത് കാൺപൂരിൽ, നാലാമത്തത് നമ്മുടെ തെക്ക് മദ്രാസിൽ, അഞ്ചാമത്തത് ന്യൂഡൽഹിയിൽ. ഇങ്ങനെ 5 IIT-കളാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത്. അത് 1950 തൊട്ട് 1963 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ 5 IIT-കൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഒന്നാമത്തത് പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂരിൽ, രണ്ടാമത്തത് ബോംബെയിൽ, മൂന്നാമത്തത് UP-യിലെ കാൺപൂരിൽ, നാലാമത്തത് മദ്രാസിൽ, അഞ്ചാമത്തത് ന്യൂഡൽഹിയിൽ. ഇതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല മെഡിക്കൽ കോളേജുകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട 2 മെഡിക്കൽ കോളേജുകളാണ്. ഒന്ന് തിരുവനന്തപുരത്തും രണ്ടാമത്തതും കോഴിക്കോട്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലും മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ എഞ്ചിനീയറിംഗിൻ്റെയും മെഡിക്കലിൻ്റെയും കൂടാതെ മറ്റ് വിഷയങ്ങൾക്കും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പിന്നീടുള്ള കാലത്ത് ആരംഭിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഡിഫൻസിലെ ഓഫീസർമാരെ ട്രെയിൻ ചെയ്യാനുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമി ഉൾപ്പെടെയുള്ളവർ. ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രത്യേകിച്ചിട്ടും ടെക്നോളജിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, IIT-കളിൽ, ഇന്ത്യൻ
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളിൽ ലോകത്ത് അന്ന് ലഭ്യമായ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഖരഗ്പൂർ IITയും ബോംബെ IITയും സ്ഥാപിതമായപ്പോൾ ഈ 2 IITകളിലും ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള സൗകര്യങ്ങളും അതുപോലെ അതിനാവശ്യമായ പ്രഗത്ഭരായ അധ്യാപകരെയും അവിടെ എത്തിക്കുവാനായിട്ട് നമ്മുടെ ഗവൺമെന്റുകൾക്ക് അന്ന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് കാൺപൂർ ആരംഭിച്ചപ്പോഴും അതിനുശേഷം മദ്രാസിൽ ആരംഭിച്ചപ്പോഴും ഇത് സാധിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പ്രധാനമായും സഹായിച്ചിരുന്നത് ഖരഗ്പൂരിലെ ആദ്യത്തെ IIT സ്ഥാപിക്കുവാനായിട്ട് ജപ്പാന്റെ സഹായം നമുക്കുണ്ടായിരുന്നു. ബോംബെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ, അതിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ റഷ്യ, സോവിയറ്റ് യൂണിയനാണ് ബോംബെ IITയിൽ ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ഒരുക്കുന്നതിൽ സഹായിച്ചിരുന്നത്. കാൺപൂർ IITയിൽ നമ്മുടെ സാങ്കേതിക സഹായം അമേരിക്കയുടെയാണ്, US-ൻ്റെതാണ്. ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് മദ്രാസ് IIT സ്ഥാപിതമായിരിക്കുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ IITകളിൽ പഠന വിഷയമായിട്ടുണ്ട്. അതിന് സാധിക്കത്തക്ക രീതിയിൽ പ്രഗത്ഭരായ ഇന്റർനാഷണൽ എക്സ്പോഷറുള്ള അധ്യാപകരെ അന്ന് അവിടെ എത്തിക്കുവാനും തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകരും ഏറ്റവും മികച്ച സൗകര്യങ്ങളും ഏർപ്പെടുത്തിയാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും മികച്ചതാക്കുക. ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് കൊണ്ടോ ഏറ്റവും മികച്ച അധ്യാപകർ പഠിപ്പിക്കുവാൻ ഉള്ളത് കൊണ്ടോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഏറ്റവും മികച്ചതാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സ്കൂളാകട്ടെ, ഒരു കോളേജാകട്ടെ, ഒരു യൂണിവേഴ്സിറ്റി ആകട്ടെ, അത് ഏറ്റവും മികച്ചതായി തീരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഏറ്റവും മികച്ച കുട്ടികൾ അവിടെ ഉണ്ടാകണമെന്നതാണ്. അല്ലാതെ ഏറ്റവും പ്രതിഭാശാലികളായ പ്രഗത്ഭരായ അധ്യാപകരുടെ നിര ഉണ്ടായതുകൊണ്ടോ എല്ലാ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടോ ഒരു കോളേജും ഒരു സ്കൂളും ഏറ്റവും മികച്ചതായി തീരില്ല. ഏറ്റവും മികച്ച കുട്ടികൾ അവിടെ ഉണ്ടാവണം. നമ്മൾ സ്ഥാപിക്കപ്പെട്ട ഈ IITകളിലും മെഡിക്കൽ കോളേജുകളിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഭാരതത്തിലെ ഏറ്റവും മിടുക്കരായ കുട്ടികൾ എത്തുന്നുണ്ടോ എന്നൊരു സന്ദേഹം. കാരണം വിശാലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വലിപ്പം. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പിറവിയെടുത്ത കുട്ടികളിൽ ഏറ്റവും മിടുക്കരാണ് ഇത്തരം സ്ഥാപനങ്ങളിലോട്ട് എത്തപ്പെടുന്നത്. അല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നും ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലികളായ എല്ലാ കുട്ടികളും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ ഇത്തരം സ്ഥാപനങ്ങളിലോട്ട് പ്രവേശനം ലഭിക്കേണ്ടുന്ന സമയത്ത് അതിനാവശ്യമായ ഇൻസ്പിറേഷനും മോട്ടിവേഷനും അത് സംബന്ധിച്ച അറിവുകളും ഒന്നും ഇന്നും കഴിവുള്ള പല കുട്ടികളിലേക്കും എത്തുന്നില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇത്തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം ആരംഭിക്കുന്നതിന് കുറേ നാൾ മുമ്പ് തന്നെ പ്രതിഭാശാലികളായ കുട്ടികളെ, രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് പിറവിയെടുത്തിരിക്കുന്ന പ്രതിഭാശാലികളായ കുട്ടികളെയും കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനവും സാമ്പത്തികമായ സഹായവും ചെയ്യണം. എങ്കിൽ നമ്മുടെ പ്രതിഭകളെ, നമുക്ക് കൂടിയ പങ്കും പ്രതിഭകളെ ഇത്തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോട്ട് പ്രോത്സാഹിപ്പിച്ചെത്തിക്കുവാൻ സാധിക്കും എന്ന ഒരു തിരിച്ചറിവിൻ്റെ, അങ്ങനെ ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1963 ഒരു സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, ആരംഭിച്ചത്. അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യത്തെ വർഷം ഡൽഹി കേന്ദ്രീകരിച്ച്, ഡൽഹി മാത്രമായിരുന്നു. അതൊരു വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചതുകൊണ്ട് തൊട്ടടുത്ത വർഷം തൊട്ട് ദേശീയ തലത്തിൽ ഈ പരീക്ഷ നടത്തുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം കൈവരിച്ചിരിക്കുന്ന ധാരാളം നേട്ടങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലൂടെയും IITകളിലൂടെയും ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലൂടെയും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ
പഠിച്ചുയർന്ന് ലോകത്തിലെ അത്യുന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ധാരാളം പ്രതിഭാശാലികളെ കണ്ടെത്തുവാൻ, അവരെയൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തോട്ട് കൈപിടിച്ച് കൊണ്ടുവരുവാൻ ഈ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ കാരണമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതാണ് ഈ സ്കോളർഷിപ്പ് പരീക്ഷയുടെ പ്രത്യേകത. നമ്മുടെ കുട്ടികളെ 10ാം ക്ലാസ്സിൽ വെച്ചാണ് ഇന്ന് ഈ പരീക്ഷ നടക്കുന്നത്. 10ാം ക്ലാസ്സിൽ വെച്ച് നടക്കുന്ന ഈ പരീക്ഷയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെ ഈ പരീക്ഷയുടെ ഭാഗമാക്കേണ്ടത്, ആരിലാണ് പ്രതിഭ ഒളിഞ്ഞിരിക്കുന്നത് എന്ന്, ആരാണ് കൂട്ടത്തിൽ മികച്ചവൻ ആയി തീരുക എന്നുള്ളതൊന്നും മുൻവിധിയോടുകൂടി സമീപിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ നാഷണൽ ടാലന്റ് സെർച്ച് പരീക്ഷയിൽ പങ്കെടുപ്പിക്കേണ്ടത് രാജ്യത്തെ സംബന്ധിച്ചോളം പ്രധാനമായ കാര്യമാണ്. കാരണം പ്രതിഭാശാലിയായ ഒരു കുട്ടിയെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ആ നഷ്ടം കേവലം ആ കുട്ടിയുടേതല്ല, ആ നഷ്ടം രാജ്യത്തിൻ്റെതാണ്. രാജ്യത്തിനും ലോകത്തിനും നാളെ മുതൽക്കൂട്ടാകുവാനുള്ള ഒരു സയന്റിസ്റ്റിനെയോ ഒരു ഡോക്ടറെയോ ഒരു ടെക്നോളജിസ്റ്റിനെയോ ഒരു എക്കണോമിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ലീഗൽ എക്സ്പേർട്ടിനെയോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു നഷ്ടത്തിലൂടെ സംഭവിക്കുക. അത് ആ വ്യക്തിയുടെ നഷ്ടമായിട്ടല്ല, ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ തരത്തിൽ ഒരു പ്രാധാന്യം ഇന്നും നമ്മളെല്ലാവരും NTSC എന്ന രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ സ്കോളർഷിപ്പ് എക്സാമിനേഷന് നൽകുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് പരിശോധിക്കുക. ഒരു ആത്മപരിശോധന എല്ലാവരും നടത്തേണ്ടതാണ്. ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു പരീക്ഷയെക്കുറിച്ച് നമ്മൾ നേരത്തെ വേണ്ട രീതിയിൽ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങളിലോട് 10ാം ക്ലാസ്സിലുള്ള കുട്ടികളോട് ഇത് പറയുന്നത് ഇത് ഈ വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. വരുന്ന വർഷങ്ങളിലും നമ്മുടെ നാട്ടിൽ ധാരാളം കുട്ടികൾ 10ാം ക്ലാസ്സിലേക്ക് വരും. 9ാം ക്ലാസ്സിലുള്ളവർ, അതിൻ്റെ അടുത്ത വർഷം 8ാം ക്ലാസ്സിലുള്ളവർ, ഇവരിലേക്കൊക്കെ ഈ സന്ദേശം കൈമാറുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് NTSCയുടെ വിശദാംശങ്ങളിലോട്ട് കിടക്കാം. NTSC പരീക്ഷ എന്താണ്, എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഈ സമയം വിശദീകരിച്ചത്. നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നിലവിൽ 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഈ എക്സാമിനേഷൻ നടത്തുന്നത്, ഇതിൻ്റെ എല്ലാ സൂപ്പർവിഷനും വഹിക്കുന്നത് NCERT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. എക്സാമിനേഷൻ്റെ സമയം 2 ഘട്ടമായിട്ട് എക്സാമിനേഷൻ നടക്കുകയാണ് ഇപ്പോൾ. 1ാമത്തെ ഘട്ടം സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല പരീക്ഷകൾ നടത്തിയിട്ട് ഓരോ സംസ്ഥാനത്ത് നിന്നും ആ സംസ്ഥാനത്തെ ആകെ 10ാം ക്ലാസ് കുട്ടികളുടെ എണ്ണത്തിൻ്റെ അനുസരിച്ച് ഒരു നിശ്ചിത എണ്ണം കുട്ടികളെ ഓരോ സംസ്ഥാനത്തു നിന്നും ദേശീയതല പരീക്ഷയിലോട്ട് തിരഞ്ഞെടുക്കും. ഓരോ സംസ്ഥാനത്തും ദേശീയതല പരീക്ഷയിലോട്ട് തിരഞ്ഞെടുക്കും. ദേശീയതല പരീക്ഷയിൽ ഏകദേശം 8000-ൽ താഴെ കുട്ടികളാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം വെച്ച് 8000-ൽ താഴെ കുട്ടികളാണ് ദേശീയതല പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് ജനറൽ വിഭാഗത്തിൽ 110ഓളം കുട്ടികൾക്കും, റിസർവേഷൻ വിവിധ വിഭാഗങ്ങളിൽ OBC റിസർവേഷൻ എന്ന വിഭാഗത്തിലും SC ST എന്ന റിസർവേഷൻ വിഭാഗത്തിലും, അതുപോലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഈയിടെ ഏർപ്പെടുത്തിയ റിസർവേഷൻ അതിൽ നിന്നും, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ഒക്കെ ചേർന്ന് 200-ന് അടുത്ത് 200-ന് തൊട്ട് മുകളിൽ എണ്ണം കുട്ടികൾക്ക് കേരളത്തിൽ നിന്ന് ദേശീയതല പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ സംസ്ഥാന തലത്തിൽ ഈ പരീക്ഷകൾ നടത്തുന്നത് അതത് സംസ്ഥാനങ്ങളിലെ SCERT-കളാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനങ്ങളുണ്ട്. ആ SCERT-കളാണ് ഓരോ സംസ്ഥാനത്തെയും പരീക്ഷകൾ നടത്തുന്നത്. ഈ പരീക്ഷകൾ നടത്തുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ NCERT നൽകുന്നുണ്ട്.
അപേക്ഷ സ്വീകരിക്കുവാനുള്ള സമയവും ചോദ്യപേപ്പറുകൾ ഏത് രീതിയിലാകണം, എന്തായിരിക്കണം സിലബസ് എന്നുള്ളതിൻ്റെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ NCERT നൽകുന്ന മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് SCERT-കൾ ഈ പരീക്ഷകൾ നടത്തുന്നത്. SCERT-കൾക്ക് സംസ്ഥാനതല പരീക്ഷകളുടെ നടത്തിപ്പ് ചുമതലയും NCERT നിർദ്ദേശിക്കുന്ന വിധം ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുവാനും ഉള്ള ചുമതലയാണുള്ളത്. മറ്റെല്ലാ പരീക്ഷ സംബന്ധിച്ച തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നത് NCERT-ആണ്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഈ പരീക്ഷയ്ക്ക് ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രീതിയിലല്ല. നമ്മുടെ ബോർഡ് പരീക്ഷകളൊക്കെ നടക്കുന്നത് പോലെ വ്യത്യസ്തമായ രീതിയിലല്ല NTSC-യുടെ സ്റ്റേജ് 1 സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ നടക്കുക. അത് കൃത്യമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകൃത സ്വഭാവത്തിൽ NCERT-യുടെ നിർദ്ദേശാനുസരണമാണ് നടക്കുക. സ്റ്റേജ് 1 പരീക്ഷ നടത്തുവാനായിട്ട് NCERT തീരുമാനിച്ചിരിക്കുന്ന ദിവസം അത് നവംബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. 1-2 സംസ്ഥാനങ്ങളിൽ ഈ ഞായറാഴ്ചക്ക് പകരം ആ മൂന്നാമത്തെ ഞായറാഴ്ചക്ക് തൊട്ടു മുന്നേ ഉള്ള ശനിയാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ എന്നല്ല, ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഈ പരീക്ഷ ഞായറാഴ്ചയ്ക്ക് പകരം തൊട്ട് മുന്നേ ഉള്ള ശനിയാഴ്ചയാണ് നടക്കുക. ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന ഒരു സമയം NCERT നിർദ്ദേശിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ, ഓഗസ്റ്റ് 1 തൊട്ട് ഓഗസ്റ്റ് 31 വരെയുള്ള ദിവസങ്ങളിൽ അപേക്ഷ സ്വീകരിക്കാം. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായി ആ തീയതികളിൽ തന്നെയല്ല അപേക്ഷ സ്വീകരിക്കുന്നത്. കാരണം ചില സംസ്ഥാനങ്ങളിൽ അവരുടെ ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ മുമ്പ് തന്നെ മുഴുവനായിട്ടും ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഹാർഡ് കോപ്പി ആപ്ലിക്കേഷൻ അയച്ചാൽ അത് പരിശോധിച്ച് പ്രോസസ്സ് ചെയ്ത് ഹാൾ ടിക്കറ്റൊക്കെ തയ്യാറാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണ്. എന്നാൽ ഓൺലൈനിലൂടെ അപേക്ഷ സ്വീകരിക്കുമ്പോൾ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കുവാനും തിരികെ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാനും ഒക്കെ ധാരാളം സമയം നമുക്ക് ലാഭിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് മുഴുവനായും ഓൺലൈനായ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ NCERT-കൾ ആപ്ലിക്കേഷൻ കുറച്ച് വൈകി മാത്രമേ ക്ഷണിക്കാറുള്ളൂ. സാധാരണഗതിയിൽ സെപ്റ്റംബർ മാസത്തിലാണ് ക്ഷണിക്കാറ്. കേരളത്തിലാണെങ്കിൽ ഓണാവധിക്ക് ശേഷം, ഓണം ഓഗസ്റ്റിലാണ് വരുന്നതെങ്കിൽ ഓണാവധിക്ക് ശേഷം, ഓണം വളരെ വൈകിയാണ് വരുന്നതെങ്കിൽ ഓണാവധിക്ക് മുമ്പ് എന്ന രീതിയിലാണ്. നമുക്കിവിടെ സെപ്റ്റംബർ മാസത്തിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷ നടത്തിപ്പ് തീയതികളിലൊക്കെ മാറ്റം സംഭവിക്കാം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ നടത്തുവാൻ നിശ്ചയിച്ച പരീക്ഷ, നവംബർ മാസത്തിൽ നടക്കേണ്ടതായിട്ടുള്ള സ്റ്റേജ് 1 എക്സാമിനേഷൻ 2-3 തവണയോ മാറ്റിവെക്കപ്പെട്ട് ജനുവരി 31-ാം തീയതിയാണ് നടന്നത്. 2 തവണ, ഒരു തവണ നവംബറിലെ പരീക്ഷ ഡിസംബറിലോട്ട് മാറ്റി, ഡിസംബറിൽ നിന്ന് ജനുവരി 24 മാറ്റി, വീണ്ടും ഒരു ജനുവരി 31 മാറ്റി. അങ്ങനെ ജനുവരി 31-ാം തീയതിയിലാണ് കഴിഞ്ഞ വർഷം ഈ പരീക്ഷ നടന്നത്. ഈ വർഷത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരീക്ഷ നവംബറിലോ അല്ലെങ്കിൽ പിന്നീടുള്ള മാസങ്ങളിലോ ആയിട്ടാണ് നടക്കുക. അങ്ങനെ സ്റ്റേജ് 1 പരീക്ഷയിൽ പങ്കെടുത്ത, സ്റ്റേജ് 1 പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ഓരോ സംസ്ഥാനങ്ങളിലെയും കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് സ്റ്റേജ് 2 പരീക്ഷയിൽ പങ്കെടുക്കാം. സ്റ്റേജ് 2 പരീക്ഷ മെയ് മാസത്തിലാണ്. സ്റ്റേജ് 2 പരീക്ഷ സാധാരണഗതിയിൽ മെയ് മാസത്തിലാണ്. കഴിഞ്ഞ വർഷം സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ സ്റ്റേജ് 2 പരീക്ഷ ഇതുവരെയും നടന്നിട്ടില്ല. അതായത് നിലവിൽ 11ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞവരുടെ സ്റ്റേജ് 2 പരീക്ഷ നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അതിനു മുന്നത്തെ വർഷത്തെ സ്റ്റേജ് 2-ന്റെ റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന 2 കുട്ടികൾ 2020-ൽ ഇൻസ്പയറിൽ നിന്ന് പാസ് ഔട്ട് ആയവരാണ്. അപ്പോൾ അവരുടെ സ്റ്റേജ് 2-ന്റെ റിസൾട്ട് ഇപ്പോഴാണ് വന്നത്. സ്ക്രീനിന്റെ മറ്റേ ഭാഗത്ത് കാണുന്ന 5 പേര് ഇനി സ്റ്റേജ് 2 എഴുതേണ്ടവരാണ്. അവർ ഇപ്പോൾ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. മറ്റവർ ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്.
ഈ സാഹചര്യത്തിൽ മാത്രമാണ് ഇത്രയും വൈകുന്നത്, അല്ലെങ്കിൽ ഇത്രയും വൈകാറില്ല, കൃത്യമായ സമയത്ത് തന്നെ പരീക്ഷകൾ നടക്കാറുണ്ട്. നമുക്കിനി ഇതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ സാധാരണ എല്ലാ സ്കൂളുകളിലും ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്നവർക്കും ഓപ്പൺ സ്കൂൾ സ്കീമിൽ പഠിക്കുന്നവർക്കും ഇപ്പോൾ ഈ പരീക്ഷ എഴുതാം. ചിലർക്കൊക്കെ നേരത്തെ ഒരു സംശയം ഇങ്ങനെ പറയുമായിരുന്നു, CBSE സ്കൂളിലെ കുട്ടികളൊന്നും. അങ്ങനെയില്ല. എല്ലാ സ്കൂളിലും, എല്ലാ റെക്കഗ്നൈസ്ഡ് സ്കൂളുകൾക്കും ഒരു യൂസർ ID പാസ്വേഡ് ഉണ്ട്. അത് വെച്ചിട്ടാണ് സ്കൂൾ ഈ ആപ്ലിക്കേഷൻ ഓതറൈസ് ചെയ്യേണ്ടത്. മിനിമം മാർക്ക് 9ാം ക്ലാസ്സിൽ 55% മാർക്ക് എങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടാകണം എന്നൊരു നിബന്ധന മാത്രമേ ഈ സ്റ്റേജ് 1 പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് ഉള്ളൂ. അത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് എന്ന് ടീച്ചേഴ്സ് സർട്ടിഫൈ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അപേക്ഷിക്കാം. എക്സാമിനേഷൻ്റെ പാറ്റേൺ ഇതൊക്കെ വേഗത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ മാത്രമാണ്. എക്സാമിനേഷൻ പാറ്റേൺ നിലവിൽ ഈ എക്സാമിനേഷൻ നടക്കുന്നത് ഓഫ്ലൈൻ മോഡിലാണ്, ഓൺലൈൻ മോഡിലായിട്ടില്ല. ഇപ്പോഴും ഓഫ്ലൈൻ മോഡിലാണ്, ഓഫ്ലൈൻ ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ചോദ്യ പേപ്പറുകൾ എപ്പോഴും ഇംഗ്ലീഷിലും ഉണ്ടാകും. അതോടൊപ്പം ഒറ്റ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റാണ്. അതിനകത്ത് ഒരു ഭാഗത്ത് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലുണ്ടാവും. ഒരു പേജിൽ തന്നെ 2 കോളം ഉണ്ടാവും. ഒരു കോളത്തിൽ ഇംഗ്ലീഷിലുണ്ടാവും, മറ്റേ കോളത്തിൽ ഏതാണോ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്. ഇവിടെയാകുമ്പോൾ നമുക്ക് മലയാളത്തിൽ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന റീജിയണൽ ലാംഗ്വേജ്, അതിനകത്ത് ആ റീജിയണൽ ലാംഗ്വേജിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 പേപ്പറുകൾ മുമ്പ് ഒക്കെ നേരത്തെ NTSE സംബന്ധിച്ച് വിവരങ്ങൾ അറിയാവുന്നവർക്ക് ലാംഗ്വേജ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം 2 പേപ്പറുകൾ മാത്രമേ ഉള്ളൂ. 100 ചോദ്യങ്ങൾ വീതമുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാകുന്നത്. ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പേപ്പർ മെന്റൽ എബിലിറ്റിയാണ് ഒന്നാമത്തെ പേപ്പർ ഉണ്ടാകുന്നത്, 100 ചോദ്യങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സാറ്റ് എക്സാമിനേഷൻ, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിനകത്ത് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അപ്പോൾ എന്താണ് ഈ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നത്? അതിനകത്ത് 40 ക്വസ്റ്റ്യൻസ് സയൻസിലാണ്. 40 ക്വസ്റ്റ്യൻസ് സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 14 ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്നുണ്ടാകും, 13 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ നിന്നുണ്ടാകും, 13 ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്നുണ്ടാകും. ഇങ്ങനെയാണ് 40 ക്വസ്റ്റ്യൻസ് സയൻസിൽ നിന്ന് വരിക. ഇനി 14 ഫിസിക്സ് എന്ന് ഞാൻ പറഞ്ഞത് ഒരെണ്ണം കെമിസ്ട്രിയിലാണെങ്കിൽ ഒരെണ്ണം ബയോളജിയിലാണ് കൂടിയത് എന്നതുകൊണ്ട് എന്നോട് പരിഭവം തോന്നിയത്. സാധാരണ ഇതിൽ കണ്ടത് പറഞ്ഞു ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 40 ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരെണ്ണം കൂടുതൽ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെയുള്ളത് അതുപോലെ സോഷ്യൽ സയൻസാണ്. സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങൾ ഹിസ്റ്ററി ഉണ്ടാവും, ജിയോഗ്രഫി ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവും. അപ്പോൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സോഷ്യൽ സയൻസിൻ്റെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 20 ചോദ്യങ്ങളാണ് മാത്തമാറ്റിക്സ് ഉണ്ടാവുക. ഇങ്ങനെയാണ് 40, 20 ചേർന്ന് ആകെ 100 ക്വസ്റ്റ്യൻസ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നത്. ഇതെല്ലാം MCQs ആണ്. ഒരു ചോദ്യവും 4 ഉത്തരങ്ങളും ആണ് ഉണ്ടാകുക. പരീക്ഷയ്ക്ക് ആകെ ലഭിക്കുന്ന സമയം 120 മിനിറ്റാണ്. 120 മിനിറ്റ് സമയമാണ്. അതായത് 120 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ പരീക്ഷ രീതി. അതുകൊണ്ട് തന്നെ ഒരു ശരി ഉത്തരത്തിന് 1 മാർക്ക് ലഭിക്കും. തെറ്റായ ഉത്തരങ്ങൾക്ക്, ഉത്തരം എഴുതാത്ത ഉത്തരങ്ങൾക്കും 0 മാർക്ക് ലഭിക്കും. 1 മാർക്ക് ശരി ഉത്തരത്തിന് ലഭിക്കും. ഇത് നാഷണൽ ലെവലാണെങ്കിലും സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷനും ഇപ്പോൾ എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല. മുമ്പ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്ന സമയമുണ്ട്. നാഷണൽ സ്റ്റേജ് 2 എക്സാമിനേഷന് മാത്രം നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്ന സമയമുണ്ട്. ഇപ്പോഴെന്നാൽ നെഗറ്റീവ് മാർക്ക് ഒരു പരീക്ഷയ്ക്ക് ഇല്ല. അതാണ് എക്സാമിനേഷൻ പാറ്റേൺ. മാറ്റിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഞാനിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് ഡീറ്റെയിൽ സിലബസിലൂടെ എല്ലാ കുട്ടികളും ഒന്ന്
ഓടിച്ചു പോകും. ഇത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഞാൻ ഡിസ്പ്ലേ ചെയ്തതാണ്. ഇത്ര വിശദമായി ഇന്നെന്ന ഏരിയ ആണ് എന്നൊന്നും എന്ത് പറയുന്നില്ല, NCERT SCERT പറയുന്നില്ല. എന്നാൽ ഈ ഭാഗങ്ങളിൽ നിന്ന് ഒക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ ഈ ഭാഗത്തു നിന്നുള്ള ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആവശ്യമുള്ളവർ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. ഓക്കെ, ഇനി സാറ്റ് എക്സാമിനേഷൻ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്? ഞാൻ ഇനി പറയുന്ന കാര്യം സ്ക്രീനിൽ കാണുന്നത് നോക്കുന്നതിന് പകരം വായിക്കുക. പക്ഷെ ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും സിലബസ് ആണ് പഠിക്കേണ്ടത്. ഏതിനൊക്കെ? മാത്തമാറ്റിക്സിനും സയൻസിനും സോഷ്യൽ സയൻസിനും 9th സ്റ്റാൻഡേർഡിൻ്റെയും 10th സ്റ്റാൻഡേർഡ്. ഈ 2 ക്ലാസ്സുകളിൽ നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? അതിൽ നിന്നാണ് സാറ്റ് എക്സാമിനേഷൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് 9ാം ക്ലാസ്സിലെ പല ഭാഗങ്ങൾ, 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും അത് 8ാം ക്ലാസ്സിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പല ഭാഗങ്ങളും 8ാം ക്ലാസ്സിന്റെ തുടർച്ചയായിട്ട് വരുന്നു. 8ാം ക്ലാസ്സിലെ ചില ഭാഗങ്ങൾ 9ാം ക്ലാസ്സിൽ തുടരുന്നു, മറ്റു ചില ഭാഗങ്ങൾ 10ാം ക്ലാസ്സിൽ തുടരുന്നു. നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനനുസരിച്ചും അത് വ്യത്യാസമുണ്ടാകും. അപ്പോൾ 9ലും 10ലുമാണ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ 8ാം ക്ലാസ് കൂടി നമ്മൾ ഒന്ന് ആവശ്യമാണെങ്കിൽ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഏത് ടെക്സ്റ്റ് ബുക്ക്? അത് CBSE സ്കൂളുകളിൽ പഠിക്കുന്നവരുടെ ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്കാണ്. സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇതല്ലാതെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് ICSE ഉപയോഗിക്കുന്നത്. ഇവിടെ സയൻസ് വിഷയങ്ങൾ, മാത്തമാറ്റിക്സ്, അത് SCERT ആണെങ്കിലും NCERT ആണെങ്കിലും എന്ന വ്യത്യാസം വലുതായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് സ്ട്രീമിലാണോ പഠിച്ചത്, നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്കാണോ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. എന്നാൽ വലിയ കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടാകും സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ഇവിടെ സ്റ്റേജ് 1 സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷന്റെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് NCERTയുടെ മാർഗനിർദ്ദേശപ്രകാരം അതത് SCERTകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും SCERTകൾ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ സോഷ്യൽ സയൻസിൽ അവർ അടിസ്ഥാനമാക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്, അതത് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിനെയാണ്. അതുകൊണ്ട് ഏത് സ്ട്രീമിൽ പഠിക്കുന്നവരാണെങ്കിലും സോഷ്യൽ സയൻസിന് തയ്യാറെടുക്കുവാൻ വേണ്ടിയിട്ട് അതത് സംസ്ഥാനങ്ങളിലെ SCERT തയ്യാറാക്കിയിരിക്കുന്ന സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് വേണം റെഫർ ചെയ്യാനായിട്ട്. ഇതിന്റെ കോപ്പി, ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പി നിങ്ങൾക്ക് ഹാർഡ് കോപ്പി സംഘടിപ്പിക്കാം. ഇനി ഹാർഡ് കോപ്പി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള SCERTയുടെ വെബ്സൈറ്റിൽ പോയാൽ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് അവിടെ അവൈലബിൾ ആണ്. കേരള SCERTയുടെ വെബ്സൈറ്റിൽ പോയി 9ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് നിങ്ങൾക്ക് വായിക്കാം.
അതാണ് സാറ്റ് എക്സാമിനേഷന് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷാ സമയം വരെ നിങ്ങളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. നവംബർ മാസത്തിൽ എക്സാമിനേഷൻ നടക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. 10ാം ക്ലാസ്സിലെ മുഴുവൻ സിലബസും പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത് പഠിച്ചാൽ മതി. കാരണം കഴിഞ്ഞ പ്രാവശ്യം 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ഒഴിവാക്കിക്കൊണ്ടാണ് സ്റ്റേജ് 1 എക്സാമിനേഷൻ്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ എല്ലാ സ്കൂളുകൾക്കും മുഴുവൻ പോർഷൻസും ആ സമയം കൊണ്ട് പഠിപ്പിച്ച് തീരാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് അക്കാരണത്താൽ ഏതെങ്കിലും കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടേം പോർഷൻസ്, അതായത് ഹാഫ് പോർഷൻസ് മാത്രം സിലബസിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 9th സ്റ്റാൻഡേർഡ് ഒട്ടും വീഴ്ചയില്ലാതെ ഉറപ്പാക്കുക. 10th മുഴുവൻ ഹാഫ് പോർഷൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അത്രയും ഭാഗങ്ങൾ നന്നായി തറവായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതാണ് സാറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് ആവശ്യമാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയത്ത് നിങ്ങൾ ഇത് സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ആവശ്യമായ കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തതയുള്ളതാണെങ്കിൽ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടല്ലോ എന്നോർക്കുക. ഇനി NTSCയുടെ ബെനിഫിറ്റിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് NTSC പരീക്ഷ നേടിയാലുള്ള ഗുണം? വളരെ പ്രയാസം തോന്നാറുണ്ട്. കുറേയധികം ഫേക്ക് മെസ്സേജുകൾ പ്രധാനമന്ത്രിയുടെ 10,000 രൂപ, അല്ലെങ്കിൽ ഇന്ന സ്കോളർഷിപ്പ് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞുള്ള ധാരാളം ഫേക്ക് മെസ്സേജുകൾ കാണും. അതിനേക്കാൾ വലിയ ബെനിഫിറ്റ് കുട്ടികൾക്ക് നൽകുന്ന NTSC പരീക്ഷയെക്കുറിച്ച് അവർ പോലും ഒന്നും പറയുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ, NTS എന്ന സ്കോളർഷിപ്പ് നേടിയ, നാഷണൽ ടാലന്റ് സെർച്ച് എന്ന സ്കോളർഷിപ്പ് നേടിയ ഉള്ള ബെനിഫിറ്റ്സ്, നിങ്ങളൊരു NTS സ്കോളറാണ്. ആ NTS സ്കോളർഷിപ്പ് ഒരു വർഷം എത്ര പേർക്കാണ് ലഭിക്കുന്നത്? ഇന്ത്യയിലാകെ 2000 പേർക്കാണ് ഒരു വർഷം ലഭിക്കുക. ഇന്ത്യയിലാകെ 2000 പേർക്ക് ഒരു വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2000 പേർക്ക് NTS എന്ന ടാഗ് ലഭിക്കും. ആ 2000 പേർക്ക് ലഭിക്കുമ്പോൾ ആ പ്രായത്തിൽ, നിങ്ങളുടെ അതേ പ്രായത്തിൽ ഇന്ത്യയിലാകെ എത്ര കുട്ടികളുണ്ടാകും? ഞാൻ പല വേദികളിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം, നിങ്ങളുടെ പ്രായത്തിൽ ഇന്ത്യയിൽ എത്ര കുട്ടികളുണ്ടാകും? അമ്മമാരെയും അച്ഛന്മാരെയും കാണാൻ അവസരം കിട്ടിയാൽ, കൂട്ടമായി കാണാൻ അവസരം കിട്ടിയാൽ, ആ അമ്മമാരോടും അച്ഛന്മാരോടും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുട്ടിയുടെ പ്രായത്തിൽ ഇന്ത്യയിലാകെ എത്ര കുട്ടികളുണ്ടാകും? അത് ആലോചിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പല കാര്യങ്ങൾക്കും അത് സഹായകമാണ്. 4 നേരം സ്വന്തം കുട്ടികൾക്ക് രുചിയുള്ള ഭക്ഷണം സ്നേഹം ചേർത്ത് നൽകുമ്പോൾ ഈ പ്രായത്തിൽ എത്ര മക്കൾ ഇന്ത്യയിലാകെ ഉണ്ടാകുമെന്ന് ഓരോ അമ്മയും ചിന്തിക്കുന്നത് നല്ലതാണ്, ഓരോ അച്ഛനും പറയുന്നത് നല്ലതാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിങ്ങളുടെ പ്രായത്തിൽ 3 കോടിയിലധികം കുട്ടികളുണ്ട്. കണക്കുകളൊക്കെ വളരെ ലളിതമാണ്. 140ഓളം കോടിയോ വരും ഇന്ത്യയിലെ നിലവിലെ ജനസംഖ്യ. ശരാശരി പ്രായം 60 കണക്കാക്കിയാൽ ഓരോ ഏജ് ഗ്രൂപ്പിലും 2 കോടിയിലധികം ഉണ്ടാകും. സ്വാഭാവികമായും ചെറിയ പ്രായത്തിൽ വരുമ്പോൾ അത് 3 കോടിയോളം ഉണ്ടാകും. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ഇന്ത്യയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുവാനുള്ള പ്രായമുള്ള കുട്ടികളിൽ എല്ലാവരും സ്കൂളിൽ എത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്.
എന്തായാലും 10ാം ക്ലാസ്സിൽ പഠിക്കുവാനുള്ള പ്രായമുള്ള 3 കോടി കുട്ടികളിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഏറ്റവും മികച്ച 2000 പേർ എന്ന കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് ഓരോ NTS സ്കോളർ. ഈ 3 കോടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ 3 കോടി ലോകത്തുള്ള 6 കോടിയുടെ നേർപകുതി 3 കോടിയാണ്. ലോകത്തുള്ള 6 കോടി എന്ന് വെച്ചാൽ ലോകത്താകെയുള്ള കുട്ടികളിൽ 40%-ലധികവും ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാണ്. ലോകത്താകെയുള്ള യൂത്തിന്റെ 40% ഇന്ത്യയിലാണ്, 40%-ലധികം ഇന്ത്യയിലാണ്. ഇപ്പൊ ലോകത്താകെയുള്ള 6-7 കോടി കുട്ടികളിൽ പകുതിയോളം വരുന്ന 3 കോടി ഇന്ത്യയിലുള്ള കുട്ടികളിൽ ഏറ്റവും മികച്ച 2000 പേർ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച 4000 പേരിൽ 2000 പേർ. ഇത് കേവലം ഇന്ത്യയിലെ മാത്രം മത്സരമായിട്ടല്ല പരിഗണിക്കുക. അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഫെലോഷിപ്പുകൾ നൽകുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളാണ്, ഇന്ത്യയിൽ നിന്നുള്ള NTS സ്കോളർ ആണെങ്കിൽ US-ലെ ഏത് യൂണിവേഴ്സിറ്റിയിലും ഉന്നത വിദ്യാഭ്യാസ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഫെലോഷിപ്പ് ഉറപ്പാണ്. കാരണം ഇന്ത്യയിലെ NTS സ്കോളർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആ ഏജ് ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച 4000 പേരിൽ ഒരാളാണ്. ഇന്ത്യയിലെ 3 കോടി കുട്ടികളിൽ ഏറ്റവും മികച്ച 2000 പേരിൽ ഒരാളാണ്. ഈ ഒരു ടാഗ്, അത് നൽകുന്ന വാല്യൂ, നാളെ നിങ്ങളുടെ ഒരു CV തയ്യാറാക്കിയാൽ നിങ്ങൾ NTS സ്കോളറാണ് എന്ന് അതിനകത്ത് എഴുതിയാൽ അത് നിങ്ങൾക്ക് തരുന്ന വെയിറ്റേജ് എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുക. ആ വെയിറ്റേജിനെ പൈസയുടെ മൂല്യം വെച്ച് നമുക്ക് ഇന്ന് അളക്കുവാൻ സാധിച്ചെന്ന് വരില്ല. പൈസയും സ്കോളർഷിപ്പായിട്ട് നൽകുന്നുണ്ട്. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് 1250 രൂപ വീതം 1250 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. 11th സ്റ്റാൻഡേർഡിലും 12th സ്റ്റാൻഡേർഡിലും പഠിക്കും. അത് ഗ്രാജുവേഷനിലോട്ട് കടന്നാൽ 2 രീതിയിലാണ് സ്കോളർഷിപ്പ്. ഗ്രാജുവേഷൻ തലത്തിൽ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നിങ്ങൾക്ക് 2000 രൂപ വീതമാണ് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിഗ്രി പഠനകാലത്ത്, PG പഠനകാലത്തും അങ്ങനെ. എന്നാൽ അത് സയൻസ് വിഷയങ്ങളാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. സയൻസ് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായ സ്കോളർഷിപ്പ് പദ്ധതി 2008 ഭാരത സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2008 പ്രഖ്യാപിച്ച ആ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേര് ഇൻസ്പയർ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നോവേഷൻസ് ഇൻ സയൻസ് പർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നതാണ് ആ സ്കോളർഷിപ്പ് പദ്ധതിയുടെ മുഴുവൻ പേര്. അത് ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ്. 6ാം ക്ലാസ് തൊട്ട് ഗവേഷണം കഴിഞ്ഞവർക്ക് വരെയുള്ള, അതായത് ഏകദേശം 12 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും നൽകുന്ന ബൃഹത്തായ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇൻസ്പയർ എന്ന് പറയുന്നത്. അതിൽ ഇൻസ്പയർ സീറ്റ്സ് സ്കീം ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലൻസ് എന്ന ഒരു ഇൻസ്പയർ സീറ്റ്സിലാണ് ആരംഭിക്കുക. ഇൻസ്പയർ ഷീ എന്നൊരു സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ഇൻസ്പയർ ഫെലോഷിപ്പുകൾ, ഇൻസ്പയർ അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഇൻ റിസർച്ച് കരിയർ എന്ന സ്കീം. ഇങ്ങനെ ധാരാളം പദ്ധതികൾ, സ്കോളർഷിപ്പ് പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ് പദ്ധതി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്പയർ സ്കോളർഷിപ്പ് സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങൾ ലഭിക്കും.
ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റോഷ് എന്ന പുസ്തകത്തിന്റെ ആദ്യ താളുകളെല്ലാം ഈ ഇൻസ്പയർ ഫെലോഷിപ്പിന്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ ഇൻസ്പയർ സ്കോളർഷിപ്പ് പദ്ധതിയിലെ ഇൻസ്പയർ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്ന ഭാഗം വായിച്ചാൽ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, ഇൻസ്പയർ എന്ന സ്കോളർഷിപ്പ് 10,000 സ്കോളർഷിപ്പുകളുണ്ട് ഓരോ വർഷം. എത്ര രൂപ? ഡിഗ്രി PG പഠനകാലത്ത് ഒരു കുട്ടിക്ക് 4 ലക്ഷം രൂപയാണ് ആ സ്കോളർഷിപ്പ്. മാസം 5,000 രൂപ വീതം നൽകുക എന്ന് മാത്രമല്ല, 4 മാസത്തെ സ്കോളർഷിപ്പ് അവർക്ക് ആനുവൽ കണ്ടിജൻസി ഫണ്ടായിട്ടും കൊടുക്കുക. അങ്ങനെ ഒരു വർഷം 80,000 രൂപ വീതം 5 വർഷത്തേക്ക് 4 ലക്ഷം രൂപ നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതി. 10,000 കുട്ടികൾ. ആ 10,000 കുട്ടികൾ എലിജിബിൾ ആയ 10,000 കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിൽ എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളിൽ ഒന്ന്, 10ാം ക്ലാസ്സിൽ വെച്ച് NTSE സ്കോളർഷിപ്പിന് എലിജിബിൾ ആയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നിർബന്ധമായും ഇൻസ്പയർ സ്കോളർഷിപ്പ് കൊടുത്തിരിക്കും. എപ്പോ 10ാം ക്ലാസ്സിൽ വെച്ച് NTSE സ്കോളർഷിപ്പ് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ വിജയിച്ചൊരു കുട്ടി 12ാം ക്ലാസ്സിന് ശേഷം ഇന്ത്യയിലെ ഏത് കോളേജിൽ, ഏത് യൂണിവേഴ്സിറ്റി സയൻസ് വിഷയങ്ങളിൽ, ഈ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സും ബയോളജിയും മാത്രമല്ല, 20ഓളം വിഷയങ്ങൾ സയൻസിന്റെ കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് DSTയുടെ വെബ്സൈറ്റിൽ ആ വിഷയങ്ങൾ കാണാം. 19ഓ 20ഓ വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 20ഓളം വിഷയങ്ങളിൽ, 19ആണോ 20ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, 20ഓളം വിഷയങ്ങളിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്യുന്ന സമയത്ത് ഒരു NDS സ്കോളർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് ഓരോ മാസം 5,000 രൂപ വീതം, കൂടാതെ 4 മാസത്തെ ആനുവൽ കണ്ടിജൻസി ഫണ്ട്. ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നോക്കൂ, എന്തെല്ലാം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ ബെനിഫിറ്റ്സ് NTS പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ആണ്. ഈ ബെനിഫിറ്റ്സ് NTS പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചിന്തയുണ്ടാവും, ഇത് വിജയിച്ചവർക്കല്ലേ ലഭിക്കുള്ളൂ ഈ ബെനിഫിറ്റ്സ്, വിജയിക്കാത്തവർക്ക് എന്താണ് ബെനിഫിറ്റ്സ് ലഭിക്കുക? ആ ഒരു ചിന്ത, ഇന്ത്യയിൽ 2,000 പേരല്ലേ വിജയിക്കുന്നുള്ളൂ, കേരളത്തിൽ നിന്നാണെങ്കിൽ 200ഓളം പേരല്ലേ ദേശീയതല പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ഈ ഒരു ചിന്ത സ്വാഭാവികമാണ്. ആ ചിന്തക്കുള്ള മറുപടി ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ന്യായമായ ചിന്തയാണ്, പക്ഷെ അതിൽ എന്ത് അർത്ഥമുണ്ട് എന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സൈറ്റിൽ ലഭ്യമായ ഒരു ഇൻഫർമേഷൻ ഒരു സ്ലൈഡായിട്ട് ഇവിടെ കാണിക്കുകയാണ്. ഇത് സ്റ്റേജ് 1 പരീക്ഷയിൽ ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കട്ട് ഓഫ് മാർക്കുകൾ എത്രയാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജനറൽ വിഭാഗത്തിൽ 200-ൽ 157 മാർക്കിന് മുകളിൽ ഉള്ള കുട്ടികളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. OBC വിഭാഗത്തിൽ 138 മാർക്കിന് മുകളിലുള്ള കുട്ടികളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. SC വിഭാഗത്തിൽ 108, ST വിഭാഗത്തിൽ 79, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ 84 ആണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത്. ഇത് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് സഹായകരമായ ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഇതിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് പരീക്ഷയുടെ തയ്യാറെടുപ്പിലേക്ക് പോകാം. പരീക്ഷയുടെ തയ്യാറെടുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരത്തെ നിങ്ങളോട് പറഞ്ഞ NTSE നേടിയില്ലെങ്കിൽ അഥവാ NTSE നേടാൻ സാധിക്കാത്തവർക്ക് ഈ NTSEക്ക് വേണ്ടി തയ്യാറെടുത്തതുകൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ ഈ വർക്ക്ഷോപ്പ് ഈ വർഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. സാധാരണ കോവിഡിന്റെ കാലത്തിന് മുമ്പ്
ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് NTSC വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ള പല ഭാഗത്ത് പല സ്കൂളുകളിലും ഒക്കെ ആയിട്ട് NTSC വർക്ക്ഷോപ്പുകൾ എല്ലാ ഞായറാഴ്ചകളും നടക്കാറുണ്ട്. താല്പര്യമെടുക്കുന്ന സ്കൂളുകൾ പലരും വീക്ക് ഡേയ്സിലും ഈ പ്രോഗ്രാം നടത്താറുണ്ട്. അപ്പോൾ ധാരാളമായി സംസാരിക്കാറുള്ളത് ജൂൺ, ജൂലൈ മാസങ്ങളിൽ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ NTSC പരീക്ഷ സംബന്ധിച്ചിട്ടാണ്. അപ്പോഴൊക്കെ കുട്ടികളോട് പറയാറുണ്ട്, NTSCക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഫലം തരുന്ന ഒരു ചെടി നടുന്നതിന് തുല്യമാണ്. നമുക്ക് നല്ല ഫ്രൂട്ട്സ് തരുന്ന ഒരു മരം നടുന്നതിന് തുല്യമാണ്. ഏതെങ്കിലും മരങ്ങൾ നട്ടാൽ ഉടനെ നിങ്ങൾക്ക് ഫലം തരുമോ? അവ നട്ടാൽ കുറച്ച് സമയം വേണം നമുക്ക് ഫലം തരാൻ. നട്ടാൽ ഉടനെ ഫലം ഉണ്ടാവില്ല. 4-5 വർഷങ്ങൾ കൊണ്ട് നല്ല രുചിയുള്ള ഫലങ്ങൾ, ഫ്രൂട്ട്സ് തരുന്ന മരങ്ങളോ ചെടികളോ നടുന്നത് പോലെയാണ് NTSCക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സിവിൽ സർവീസ് സംബന്ധിച്ച ഒരു സെമിനാർ, വെബിനാർ ഇൻസ്പയർ ഓർഗനൈസ് ചെയ്തപ്പോൾ വളരെ പ്രശസ്തിയായ പ്രഗത്ഭയായ ഒരു സിവിൽ സർവീസ് പരിശീലകൻ അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയകുമാറാണ് ആ ക്ലാസ് പങ്കെടുത്തത്. അപ്പോൾ അവർ കുട്ടികളോട് സിവിൽ സർവീസിനെ സംബന്ധിച്ച്, തയ്യാറെടുപ്പിനെ സംബന്ധിച്ച്, അതിന്റെ സിലബസിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ അതിന് തൊട്ട് 4-5 ദിവസം മുമ്പ് NTSC പരീക്ഷയെ സംബന്ധിച്ച വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഒരേ കാര്യം കേട്ട അനുഭവമാണ്. അതായത് NTSC പരീക്ഷയ്ക്ക് വേണ്ടി 10ാം ക്ലാസ്സിൽ വെച്ച് എന്തൊക്കെ തയ്യാറെടുപ്പാണോ വേണ്ടത് നടത്തിയത്, അതേ തയ്യാറെടുപ്പുകളാണ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വേണ്ടിയിട്ട് നടത്തേണ്ടത്. അത് രണ്ടും കേട്ടവർക്ക് മനസ്സിലായി, ഫലം തരുന്ന ചെടി നട്ടു എന്ന് പറഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ വെച്ച് നട്ട ചെടി ഗ്രാജുവേഷന് ശേഷം നടക്കുന്ന സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഫലം തരുന്നതാണ് എന്നത് ബോധ്യമായവരുണ്ട്. ഞാൻ പറയും, NTSC എന്ന തയ്യാറെടുപ്പിനായി നടുന്ന ചെടി തരുന്ന ഫലങ്ങളിൽ ഒന്ന് മാത്രമാണ് CSAT എക്സാമിനേഷൻ നൽകുന്ന ഫലം. CSAT മാത്രമല്ല അതിന്റെ ഫലം കിട്ടുന്നത്. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ നിങ്ങൾ മത്സരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഫലം തരുന്നവയാണ് ഈ 10ാം ക്ലാസ്സിൽ വെച്ച് ചെയ്യുന്ന NTS പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന തയ്യാറെടുപ്പുകൾ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് കേവലം 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു പരീക്ഷ വിജയിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം നമ്മൾക്ക് പല മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അന്നത്തേക്ക് ആർജിക്കേണ്ടതായിട്ടുള്ള, കൈവരിക്കേണ്ടതായിട്ടുള്ള ധാരാളം ഗുണങ്ങൾ നമ്മളിൽ വളർത്തിയെടുക്കുവാൻ നമ്മൾ അതിനുള്ള ചെടി നേരത്തെ നടേണ്ടതുണ്ട്. കാരണം ഒരു രാത്രി കൊണ്ട് നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും പലതും നമ്മളിൽ വളരില്ല. വളരാൻ നമുക്ക് സമയം ആവശ്യമാണ്, വളരാൻ നമുക്കൊരു കാലം ആവശ്യമാണ്. പഠനത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ശ്ലോകങ്ങളിൽ ഒന്ന്, ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സ ബ്രഹ്മചാരിപ്യ പാദം കാലക്രമേണ. പഠനത്തിന്റെ 4ാമത്തെ ഘട്ടം, 4ാമത്തെ കാൽഭാഗം പാദം കാലക്രമേണ, സമയം ആവശ്യമാണ്. ആ 4ാമത്തെ ഭാഗം അത് 10ാം ക്ലാസ്സിലും ഒക്കെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ ചെയ്യുന്നത് വരുന്ന വർഷങ്ങളിൽ സമയമെടുത്ത് വളർന്ന് നിങ്ങൾക്ക് ഫലം തരും. അതിനുള്ള ക്ഷമയുണ്ടാകണം. പലർക്കും നാളത്തെ പരീക്ഷയ്ക്ക് തലേനാൾ പഠിച്ച് വിജയിക്കലാണ്. തലേനാൾ പഠിച്ച് ജയിക്കാൻ സാധിക്കുന്ന പരീക്ഷകൾ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾ മാത്രമാണ് എന്ന പാഠം ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. തലേനാൾ പഠിച്ച് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷകൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷകൾ മാത്രമാണ് എന്ന പാഠം കുറിച്ചിട്ടാൽ നിങ്ങൾക്ക് നല്ലത്. മറ്റ് ഓറലായി നടക്കുന്ന ഇന്റർവ്യൂകളാകട്ടെ,
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ഏത് തരം ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളോ നടക്കുന്ന പരീക്ഷകളാകട്ടെ, അതിലുള്ള വിജയം തലേന്നാളുള്ള പഠനം കൊണ്ടല്ല, ദീർഘനാളിലൂടെ നിങ്ങൾ കൈവരിച്ച അറിവിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജയിക്കാൻ സാധിക്കുകയാണ്. അതിനായിട്ടാണ് എല്ലാവരോടും ഈ തയ്യാറെടുപ്പുകൾക്ക്, കാരണം ഇന്ന് നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ന് പ്രവർത്തിക്കാൻ ഒരു കാരണം ഉണ്ടാവണം, ഒരു ഇമ്മീഡിയറ്റ് റീസൺ ഉണ്ടാവണം. ഇന്ന് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടുള്ള ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ച് ഇന്ന് നിങ്ങളോട് കർമ്മനിരതരാകാൻ ആവശ്യപ്പെട്ടാൽ അത് സാധിക്കുന്നവർ ചുരുക്കമാണ്. മഹാഭൂരിപക്ഷം പേർക്കും ഒരു ഇമ്മീഡിയറ്റ് റീസൺ ഉണ്ടാവണം പഠിക്കാൻ. ആ ഇമ്മീഡിയറ്റ് റീസണെയാണ് നിങ്ങളുടെ മുന്നിൽ NTSC ആയിട്ട് അവതരിപ്പിക്കുന്നത്. ആ NTSC പരീക്ഷയിലെ പ്രധാനമായൊരു ഭാഗം 100 ചോദ്യങ്ങൾ അഥവാ 50% ചോദ്യങ്ങൾ മെന്റൽ എബിലിറ്റി ഭാഗത്തുനിന്നാണ്. മെന്റൽ എബിലിറ്റിയുടെ സിലബസ് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. മെന്റൽ എബിലിറ്റിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് എല്ലാ കുട്ടികളും വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഏത് പബ്ലിക്കേഷൻ എന്നല്ല, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക്. മാർക്കറ്റിൽ ധാരാളം ബുക്സ് അവൈലബിൾ ആണ്, ഓൺലൈനിൽ ധാരാളം ബുക്സ് അവൈലബിൾ ആണ്. കാരണം ഈ മെന്റൽ എബിലിറ്റി എന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ 15ാമത്തെ വയസ്സ് തൊട്ട് 25ാമത്തെ വയസ്സ് വരെ നിങ്ങൾ നിരവധി മത്സരങ്ങളിലും പരീക്ഷകളിലും നിങ്ങൾ നേരിടാനുള്ളതാണ്. അപ്പൊ 15ാമത്തെ വയസ്സ് തൊട്ട് 25ാമത്തെ വയസ്സ് വരെ എന്നും കൂടെ കൊണ്ടു നടക്കേണ്ടുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് മെന്റൽ എബിലിറ്റി ബുക്ക്. അതൊരെണ്ണം വാങ്ങിയിട്ട് ഭദ്രമായി വീട്ടിൽ ഷെൽഫിൽ സൂക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല. വീട്ടിൽ സൂക്ഷിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങളുടെ ബ്രെയിനിലോട്ട് ഒരു കഴിവും ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു സംഭവമില്ല. അത് നിങ്ങൾക്ക് പ്രയോജനകരമായി മാറണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും അതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരാൾ ആന ഉയർത്തുന്ന ഒരു ചിത്രം കാണുമ്പോൾ ചിലർക്കെങ്കിലും അത് കണ്ട് ചിരി വരാതിരിക്കില്ല. ഇത് എന്തൊരു വിചിത്രമായ ചിത്രമാണ്. മലയാളത്തിൽ വളരെ പ്രചാരം നേടിയ ഒരു ചൊല്ല് ഒന്ന് ചിത്രത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നൊരു ചൊല്ലുണ്ട്. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ പകർന്നു തരാൻ ശ്രമിച്ചത്. നിങ്ങൾ നിത്യാഭ്യാസികളാണെങ്കിൽ, നിത്യവും അഭ്യസിക്കുന്നവരാണ്, നിത്യവും പരിശീലിക്കുന്നവരാണെങ്കിൽ എത്ര വലിയ ടാസ്കും നിങ്ങൾക്ക് വിജയകരമായി നിർവഹിക്കാൻ സാധിക്കുമെന്നതാണ് സന്ദേശം. ഒരു വലിയ ടാസ്കാണ് മെന്റൽ എബിലിറ്റി. എന്തുകൊണ്ട് വലിയൊരു ടാസ്കാണ്? NTS പരീക്ഷയിൽ നൽകുന്ന 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകിയാൽ ആ 100 ചോദ്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്തതായിട്ടുള്ള കുട്ടികൾ വളരെ കുറവായിരിക്കും. ഏറെക്കുറെ എല്ലാവർക്കും മുഴുവൻ ചോദ്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ 100 ചോദ്യങ്ങളെ 120 മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള നിബന്ധന വച്ചാൽ നിങ്ങളിൽ ചെയ്യുന്നവരുടെ ഓരോരുത്തരും ചെയ്യുന്ന എണ്ണവും നിങ്ങൾ അതിൽ ശരിയാക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണവും വ്യത്യസ്തമായിരിക്കും. വ്യത്യാസം സൃഷ്ടിക്കുന്നത് സമയത്തിന്റെ പരിമിതി നിശ്ചയിക്കുമ്പോഴാണ്. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ശരിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്കതിനുള്ള അറിവുണ്ട്, കഴിവുണ്ട്. പക്ഷെ അതിനൊരു നിശ്ചിത സമയത്തിനിടയിൽ ചെയ്യിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിത്യവും അത് പ്രാക്ടീസ് ചെയ്താൽ പറ്റുള്ളൂ. നല്ല ടെക്സ്റ്റ് ബുക്ക് മാറ്റിനെ സംബന്ധിച്ച് വാങ്ങിക്കുക. ആ മാറ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കേണ്ടുന്ന ഒരു വിധം ഞാൻ ഇനി പറയും. നിങ്ങൾ മാറ്റിന്റെ ഈ പറഞ്ഞ സിലബസ് ഒരു ഭാഗത്തിലൂടെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കടന്നുപോയവരാണെങ്കിൽ 10-30 ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു പുസ്തകത്തിന്റെ ആദ്യ പേജുകളിൽ നിന്ന് നിങ്ങൾ പരിശീലനം ആരംഭിച്ചാൽ നിങ്ങൾ ആ പുസ്തകത്തിന്റെ അവസാന പേജുകളിലേക്ക് എത്തുമ്പോഴേക്കും കുറേ നാളാണ്. അത്തരം പുസ്തകങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളോട് പറയുന്നത് നീ നിന്റെ ജീവിതത്തിൽ എന്നെ മുഴുവൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്ന വെല്ലുവിളി ഓരോ ദിവസവും പുസ്തകം നിങ്ങളെ നോക്കി വെല്ലുവിളിക്കും.
പുസ്തകത്തിന്റെ ആ വലുപ്പത്തിന്റെ വെല്ലുവിളിയിൽ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തകരുകയും ചെയ്യും. ആദ്യത്തെ ദിവസങ്ങൾ ഭയങ്കര ആവേശമായിരിക്കും. പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് 4-5 ചെയ്യും. പിന്നെ ഓരോ ദിവസം ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയും. അവസാനം ആ വലിയ പുസ്തകം നിങ്ങളോട് പറയും, നീ ഈ ജന്മത്തിൽ എന്നെ മുഴുവൻ ചെയ്തു തീർക്കാൻ വേണ്ടി പോകില്ല. ഒടുവിൽ നമ്മൾ അതിന്റെ മുന്നിൽ തലകുനിച്ച് പരാജയം സമ്മതിക്കും. NTSC പരീക്ഷയുടെ മാറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ ടെക്സ്റ്റ് ബുക്കിന്റെ 1/4 പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത ഞാൻ ഈ പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ശ്രമം ഉപേക്ഷിക്കും. അത് സംഭവിക്കാതിരിക്കാൻ ശീലിക്കേണ്ടതായിട്ടുള്ള ഒരു രീതി, നിങ്ങൾ പിന്തുടരേണ്ടതായിട്ടുള്ള ഒരു രീതി, 30 ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ ആ 30 ചാപ്റ്ററുകളിലെ ചോദ്യങ്ങൾ സീരിയൽ നമ്പർ 1 ഒന്നാമത്തെ ദിവസം 30 ചാപ്റ്ററുകളിലേക്ക് ചെയ്യും. ആദ്യത്തെ പേജിലെ മുഴുവൻ ചോദ്യങ്ങൾ ചെയ്തു തീർക്കല്ല വേണ്ടത്. ഒന്നാമത്തെ സീരിയൽ നമ്പർ മുഴുവൻ ചാപ്റ്ററിലെയും ഒന്നാമത്തെ സീരിയൽ നമ്പർ ആദ്യ ദിവസം ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ മുഴുവൻ ചാപ്റ്ററിലൂടെയും കടന്നുപോയി. രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് മറ്റൊരു സീരിയൽ നമ്പർ സെലക്ട് ചെയ്യാം. സീരിയൽ ഓർഡർ തന്നെ ആവണമെന്നില്ല. 1 കഴിഞ്ഞാൽ 2 തന്നെ ആവണമെന്നില്ല. 1 കഴിഞ്ഞാൽ 5 എടുക്കാം, 1 കഴിഞ്ഞാൽ 10 എടുക്കാം. ചെയ്തത് ഏതാണ് എന്നുള്ളത് ഡേ 1 ഏതാണ് സീരിയൽ നമ്പർ എന്ന് മാർക്ക് ചെയ്യുക, ഡേ 2 ഏതാണ് സീരിയൽ നമ്പർ എന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ സീരിയൽ നമ്പർ വീതം സെലക്ട് ചെയ്ത് ആ സീരിയൽ നമ്പറിലെ മുഴുവൻ ചാപ്റ്ററുകളെയും ചോദ്യങ്ങൾ ചെയ്യാം. ഇതിന് ഹാഫ് ആൻ അവർ 45 മിനിറ്റോ സമയം മതിയാവും. ഈ രീതിയിൽ നിങ്ങൾ ഓരോ ദിവസവും മാറ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായാൽ മാറ്റിനെ നിങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ആ മാറ്റ് എന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് അനായാസം നല്ല പെർഫോമൻസ് കൈവരിക്കുവാൻ വേണ്ടി സാധിക്കും. ഇതാണ് മാറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സോഷ്യൽ സയൻസ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ സമയത്തിന്റെ സ്കോളാസ്റ്റിക് എബിലിറ്റി പരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ പ്രാക്ടീസ് പേപ്പറുകൾ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായ ടൈം മാനേജ്മെന്റ് ഉണ്ടാകും. യഥാർത്ഥത്തിൽ ടൈം മാനേജ്മെന്റ് എന്നൊരു പ്രയോഗം തെറ്റാണെന്നൊരു അഭിപ്രായമാണ് എനിക്ക്. യു കോൺ മാനേജ് യുവർ ടൈം. നിങ്ങൾക്ക് സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് യാഥാർത്ഥ്യം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ മാനേജ് ചെയ്യാം. എങ്ങനെ? സാറ്റ് എന്ന എക്സാമിനേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടാവില്ല. 3 സബ്ജക്റ്റുകളുണ്ട്. സോഷ്യൽ സയൻസ് ഉണ്ട്, സയൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ആ പരീക്ഷയിൽ എഴുതേണ്ടത് സോഷ്യൽ സയൻസ് ആണ്. 20 മിനിറ്റ് കൊണ്ട് 40 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എല്ലാ വർഷവും സോഷ്യൽ സയൻസിന്റെ ചോദ്യങ്ങൾ തന്നെ ആദ്യം വരണമെന്നൊന്നുമില്ല. കഴിഞ്ഞ വർഷം സോഷ്യൽ സയൻസ് ആയിരുന്നു ആദ്യം വരണമെന്നൊന്നുമില്ല. ഡിഫറെന്റ് വേർഷൻ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ചോദ്യങ്ങളുടെ ഓർഡറിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഏതെങ്കിലും ഒരു വേർഷൻ സോഷ്യൽ സയൻസ് ആയിരിക്കും, മറ്റൊന്നിൽ വേറെ ആയിരിക്കും. അപ്പൊ സോഷ്യൽ സയൻസിന്റെ ചോദ്യങ്ങൾ ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് 40 സോഷ്യൽ സയൻസിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആർക്കും സാധിക്കും. കാരണം സോഷ്യൽ സയൻസ് വായിക്കുന്നു, ഉത്തരം അറിയോ ഇല്ലയോ, യെസ് ഓർ നോ, അറിയെങ്കിൽ മാർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ. അപ്പൊ 20 മിനിറ്റ് സമയം മതിയാവും 40 ചോദ്യങ്ങൾ ചെയ്യാൻ. പരീക്ഷ 120 മിനിറ്റ് സമയദൈർഘ്യമുള്ള സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ആദ്യ 20 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും സോഷ്യൽ സയൻസിന്റെ 40 ചോദ്യങ്ങൾക്ക് ആൻസർ നൽകിയിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കോർ ബോർഡിൽ 30+ എന്ന സ്കോർ എത്തിയിട്ടുണ്ടാവും. ക്രിക്കറ്റിലെ ആദ്യ ഓവറുകളിൽ നല്ല റൺ റേറ്റിൽ സ്കോർ ചെയ്തതുപോലെ ആദ്യ 20 മിനിറ്റുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 30+ എന്ന സ്കോർ ആയിരിക്കും. പിന്നെയുള്ള 45 മിനിറ്റ് സയൻസിന് വേണ്ടി മാറ്റിവെച്ച സമയമാണ്. സയൻസിൽ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ബയോളജിയാണ്. കാരണം ബയോളജിയും ഇതുപോലെയാണ്. ബയോളജി നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവാം. ബയോളജി ആൻസർ ചെയ്യുന്നു, കെമിസ്ട്രി ആൻസർ ചെയ്യുന്നു, അതിന്റെ തുടർച്ചയായിട്ട് ഏത് ആൻസർ ചെയ്യുന്നു? ഫിസിക്സ് ആൻസർ ചെയ്യുന്നു. 45 മിനിറ്റ് കൊണ്ട് 45 മിനിറ്റിലെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് 10 മിനിറ്റ് സമയം കൊണ്ട് 10 മിനിറ്റ് താഴെ സമയം കൊണ്ട് ബയോളജി കംപ്ലീറ്റ് ചെയ്യും. ബയോളജിയിലെ 13 ചോദ്യങ്ങൾ. പിന്നെയുള്ള 15 മിനിറ്റ് കൊണ്ട് കെമിസ്ട്രി, 15 താഴെ മിനിറ്റ് കൊണ്ട് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ബാക്കിയുള്ള 20-ലധികം മിനിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നു. പിന്നെ നമ്മുടെ മുന്നിൽ 55 മിനിറ്റ് സമയം അവശേഷിക്കുന്നുണ്ട്. 55 മിനിറ്റ് അവശേഷിക്കുന്ന സമയം
ഏതിനു വേണ്ടി ഉപയോഗിക്കാം? മാത്സിന് വേണ്ടി ഉപയോഗിക്കാം. 20 ചോദ്യങ്ങളെ മാത്തമാറ്റിക്സിനുള്ളൂ. 20 ചോദ്യങ്ങളെ മാത്തമാറ്റിക്സിനുള്ളൂ. പക്ഷെ ആ 20 ചോദ്യങ്ങൾ മാത്തമാറ്റിക്സ് ചെയ്യാനായിട്ട് 20 മിനിറ്റ് മതിയാവില്ല, 40 മിനിറ്റ് മതിയാവില്ല. അതിന് പരമാവധി സമയം ലഭിക്കുവാൻ 3 മിനിറ്റോളം ഓരോ ചോദ്യത്തിനും ലഭിക്കുവാനായിട്ട് ആണ് നമ്മളിങ്ങനെ 55-60 മിനിറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടി മാറ്റിവെക്കുന്നത്. നോക്കണം, പരീക്ഷയുടെ പകുതി സമയം പിന്നിടുമ്പോഴേക്കും 80 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അതിൽ പരമാവധി മാർക്ക് സംഭരിച്ചതിന് ശേഷമാണ് അവശേഷിക്കുന്ന 60 മിനിറ്റ് കൊണ്ട് മാത്തമാറ്റിക്സിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാത്തമാറ്റിക്സ് കൂടുതൽ സമയം ആവശ്യമായ സബ്ജക്റ്റാണ്. ഈ സ്ട്രാറ്റജിയിലല്ല നമ്മൾ നമ്മുടെ സമയത്തെ മാനേജ് ചെയ്യുന്നത്, നമ്മളെ മാനേജ് ചെയ്യുന്നത് എങ്കിൽ ആദ്യം തന്നെ മാത്തമാറ്റിക്സിന് വേണ്ടി പിടിച്ചാൽ ആദ്യത്തെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും മാത്തമാറ്റിക്സിന്റെ 20 ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 10-15 ചോദ്യങ്ങൾ മാത്രമേ ചെയ്തു തീർന്നുള്ളൂ എങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന ആ സമയത്തെ വികാരം പരീക്ഷയുടെ പകുതി സമയം പിന്നിടുമ്പോഴേക്കും 20 ചോദ്യങ്ങളിൽ 15ഓളം മാർക്ക് മാത്രമേ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ്. ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട്, ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് 30-ലധികം മാർക്ക് സ്കോർ ചെയ്ത സോഷ്യൽ സയൻസ് ചെയ്തവനാണോ ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടാകുക? അതല്ല 1 മണിക്കൂർ കൊണ്ട് മാത്സിൽ നിന്ന് 15 മാർക്ക് നേടിയ ആൾക്കാണ്? ചിന്തിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ട് ഈ രീതിയിൽ എക്സാമിനേഷനെ കൈകാര്യം ചെയ്താൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ അവസാന 1 മണിക്കൂറിൽ കുറച്ച് പ്രയാസമുണ്ടതാണെങ്കിൽ പോലും ആ മാത്തമാറ്റിക്സിന്റെ മുഴുവൻ നമുക്ക് നന്നായി നേരിട്ട് നല്ല മികച്ച സ്കോറിലോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സ്ട്രാറ്റജി മാറ്റിനും സാറ്റിനും വിശദീകരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കട്ടെ. ഇത് ഇൻസ്പയർ നിർദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് സ്കോറാണ്. ടാർഗറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ മാറ്റിലെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ മാറ്റിൽ 100-ൽ 85-ൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന നിലയിലോട്ട് ഉയരുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. സയൻസിലെ 30 മാർക്ക് ഇതൊരു മിനിമം ടാർഗറ്റ് ആണ്. സോഷ്യൽ സയൻസിൽ 30 ഔട്ട് ഓഫ് 40, മാത്സിൽ 15 ഔട്ട് ഓഫ് 20. ഇങ്ങനെ ഒരു മിനിമം സ്കോർ ടാർഗറ്റ് ചെയ്താൽ 160 മാർക്കിലോട്ട് എത്തുവാൻ സാധിച്ചാൽ, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കിയാൽ 157 എന്ന കട്ട് ഓഫിന് മുകളിലാണ് ഈ കട്ട് ഓഫ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മിനിമം ടാർഗറ്റ് ആണ്, മിനിമം കട്ട് ഓഫ് മാർക്കായിട്ടാണ് ഈ 160 മാർക്കിന് എടുക്കേണ്ടത്. റിസർവേഷൻ ആനുകൂല്യമുള്ളവർക്ക് റിസർവേഷൻ ആനുകൂല്യത്തെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വെക്കുക. ജനറൽ വിഭാഗത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഒരിക്കലും നമ്മുടെ റിസർവേഷൻ ബെനിഫിറ്റ് കണക്കൂട്ടിയാകരുത് തയ്യാറെടുപ്പ് നടത്തേണ്ടത്. തയ്യാറെടുപ്പുകൾ ജനറൽ വിഭാഗത്തിൽ സ്കോർ ചെയ്യത്തക്ക രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക. അനിവാര്യമായ ഒരു സമയത്ത് രക്ഷയ്ക്കായിട്ട് റിസർവേഷൻ ആനുകൂല്യങ്ങൾ സ്വീകരിക്കാം എന്നല്ലാതെ അത് മുൻകൂട്ടി അതിനെ ചിന്തിച്ചാകരുത് തയ്യാറെടുക്കുക. ഇതെപ്പോഴും NTSC തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പറയാറുള്ളതാണ്. നിങ്ങളോട് പറഞ്ഞു, വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക്, നല്ല രീതിയിൽ പഠിച്ചുയർന്ന് നല്ല സ്കോളർഷിപ്പോടുകൂടി ഫെലോഷിപ്പോടുകൂടി ഹയർ എഡ്യൂക്കേഷൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ആ വലിയ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാനുള്ള തുടക്കം കുറിക്കുന്നതാണ് ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വേണ്ട തയ്യാറെടുപ്പ്. അങ്ങനെയുള്ളവരാണ് ഭാവിയിൽ വലിയ ലക്ഷ്യങ്ങൾ നേട്ടങ്ങളിലേക്ക്. ഈ വർഷവും IIM-ലും IBS-ലും ഒക്കെ, ഇന്ത്യൻ ബിസിനസ് സ്കൂളിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലുമൊക്കെ ബിടെക്കിന് ശേഷം നേരിട്ട് IIM-ലോട്ട് പോയവരുണ്ട്. 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ശേഷം IBS-ലും IIM-ലും ജോയിൻ ചെയ്തവരുണ്ട്, IITന്മാർ. അവരൊക്കെ അവരുടെ ഇപ്പോഴത്തെ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവർ അവരുടെ NTSC പ്രിപ്പറേഷനെ കുറിച്ചിട്ട് ഉള്ള അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ സ്ലൈഡിൽ ഇതൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഏറെക്കുറെ NTSC സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്.
1 മണിക്കൂറും 10 മിനിറ്റുമായി ഈ സെഷൻ ആരംഭിച്ചിട്ട് 70 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചു. ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കാം. ആ സംശയങ്ങളും ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി പറയാം. ഇതിൽ എന്നെ ശ്രമിച്ച കുട്ടികളിൽ NTSCയുടെ തുടർന്നുള്ള തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇൻസ്പയറിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങളത് ബന്ധപ്പെടാനും അത് ചോദിക്കാനും മടിക്കേണ്ട. ഇനി നമുക്ക് സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്ന സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ മെസ്സേജുകൾ നോക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ചോദ്യങ്ങൾ Q&Aയിൽ പോസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള സമയമാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യരുത്. ആരാദ്യം ചോദിക്കുമെന്ന ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ധൈര്യം ഉണ്ടാവണം, തൻ്റെ ഇടം ഉണ്ടാവണം. ഓക്കെ, മറ്റൊരാൾ ചോദിക്കട്ടെ എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന സ്വഭാവമാകരുത് കുട്ടികൾക്കുണ്ടാവും. കൈ ഉയർത്തുന്നതുവരെ ഞാൻ സംസാരിക്കാൻ അലോ ചെയ്യുക. ഓക്കെ, രജിസ്ട്രേഷൻ ഓഫ് NTSC എക്സാം സ്റ്റാർട്ടിംഗ് വിത്ത് സ്റ്റേറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. സാധാരണഗതിയിൽ കേരളത്തിൽ സെപ്റ്റംബർ മാസത്തിൽ, NCERT നിർദ്ദേശിച്ചിരിക്കുന്നു ഓഗസ്റ്റ് മാസത്തിലാണെങ്കിലും കേരളത്തിൽ NTSCയുടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് അവസാനം ഓണം അവധിക്ക് ശേഷം SCERT വെബ്സൈറ്റിൽ കയറിയാൽ NTSCയുടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത മെസ്സേജുകൾ കാണാം. നിങ്ങൾ ഇൻസ്പയറിലെ ഈ നമ്പറുമായിട്ട്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിന്ന് നമുക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പുകൾ ലഭിക്കും. ഓക്കെ, രജിസ്ട്രേഷനിൻ്റെ ചോദ്യങ്ങളും അതിനെക്കുറിച്ച് തന്നെയായിരുന്നു. പേര് വയ്ക്കാത്ത ഒരു അറ്റൻഡി, അതാരാണെന്ന് അറിയില്ല. പിന്നെ അന്ന ടീച്ചി ചോദിച്ചതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പേര് വയ്ക്കാൻ എന്താണോ തടസ്സം എനിക്കറിയില്ല. ഐഡന്റിറ്റി വ്യക്തമാക്കിയിട്ട് തന്നെയാണ് എപ്പോഴും എവിടെയും സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതൊരു ഓപ്പൺ ടു ഓൾ സെഷനാണ്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഒരു കുട്ടിയാവണമോ പാരന്റ് ആവണമോ ഇതൊരു നിർബന്ധവും ഇവിടെയില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയും, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയും. സിലബസ് റിവീൽ ചെയ്യുമ്പോൾ പഠിക്കുവാനുള്ള ചാപ്റ്റർ നെയിം ഉണ്ടാകുന്നു. സഞ്ജയ് ആ ചോദ്യം ചോദിക്കാൻ കാരണം 10ാം ക്ലാസ്സിലെ ആയിരിക്കണം. സഞ്ജയുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേമിലെ പോർഷൻസ്, 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേമിലെ പോർഷൻ ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗം സംസ്ഥാനത്തെ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേം ഏതൊക്കെ പോർഷൻസ് ആണ് എന്ന ഒരു മെസ്സേജ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് നോക്കേണ്ടത്. ഇപ്പോൾ നേരിട്ട് NCERT SCERT ഇത് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ ആദ്യ ടേമിൽ ഏതൊക്കെ സിലബസ് ആണ് പഠിക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് അതേതാണെന്ന് നോക്കിയാൽ മതി. അത് സംബന്ധിച്ച വിവരങ്ങൾ ഇൻസ്പയറിൽ ലഭ്യമായിരിക്കും. ഇപ്പോൾ സഞ്ജയ്ക്ക് അത് നേരിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇൻസ്പയറിൽ ലേണിംഗിൽ ബന്ധപ്പെട്ടാൽ അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതാണ് സഞ്ജയ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ സഞ്ജയ് ഒരു മെസ്സേജ് കൂടെ അയക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതാണ് 9ാം ക്ലാസ്സിലെ മുഴുവൻ സിലബസ് നമ്മൾ പഠിക്കണം. സാറ്റ് എക്സാമിനേഷനിൽ 10ാം ക്ലാസ്സിലെ സിലബസ് കോവിഡ് സാഹചര്യങ്ങളിൽ മുഴുവൻ ചാപ്റ്ററുകളും പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടേം പോർഷൻ മാത്രം മതി എന്ന് കഴിഞ്ഞ വർഷം നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഈ വർഷവും ഫസ്റ്റ് ടേം പോർഷൻസ് മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ആ ഫസ്റ്റ് ടേം പോർഷൻ ഏതാണ് എന്നുള്ളത് സംസ്ഥാന സിലബസ് സ്കൂളുകളിൽ സാധാരണ ഗവൺമെന്റ് സ്റ്റേറ്റ് സ്കൂളുകളിൽ ഏത് പോർഷനാണോ ഫസ്റ്റ് ടേമിൽ പഠിപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതാണ് വേണ്ടി വരിക. ആ വിവരം സ്കൂളിൽ നിന്ന് കളക്ട് നോക്കുക. സ്കൂളിൽ നിന്ന് അതെല്ലാം കളക്ട് സാധിച്ചിട്ടില്ലെങ്കിൽ, സ്കൂൾ മീൻസ് നിങ്ങൾ CBSE-യിലോ ICSE-യിലോ മറ്റ്
കേരള സ്റ്റേറ്റ് സ്കൂളുകളല്ലാതെ ഇതര സ്കൂളുകളാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മറ്റ് സ്കൂളിൽ കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇൻസ്പയറിൽ ബന്ധപ്പെട്ടാൽ അത് പറഞ്ഞിരുന്നു. പവിത്ര, ഐ ആം ഇൻ ICSC. ഓക്കെ, ദിവ്യ അന്ന വർഗീസ് എന്ന് ചോദിക്കാനായിട്ട് പാനൽ വന്നിട്ടുണ്ട്. ഓക്കെ ദിവ്യ, നൗ യു ക്യാൻ ആസ്ക് മീ. വീഡിയോ വെബ് ക്യാം ഉണ്ടെങ്കിൽ വെബ് ക്യാം ഓൺ ചെയ്തിട്ട് ചോദിച്ചു. നിങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ ആരെയും കാണുന്നില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സംസാരിച്ചോ. സർ, ഇൻസ്പയറിൽ NTSCക്ക് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ് വല്ലോ അങ്ങനെ വല്ലതും ഉണ്ടോ? NTSCക്ക് സാധാരണ ഇൻസ്പയറിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് NTSCയുടെ ട്രെയിനിങ് നടക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ NTSCക്ക് വേണ്ടി മാത്രമായിട്ട് കോച്ചിങ് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഒരു സൗകര്യം ഇൻസ്പയറിലുണ്ട്. അതിന് ദിവ്യ ചെയ്യേണ്ടത്, നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്പർ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. 9895804918 എന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ആ ഡീറ്റെയിൽസ് അയച്ചു തരും. നമ്പർ ഒന്നുകൂടെ ഒന്ന് പറയാമോ? 9895804918. ഇൻസ്പയറിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളുടെ ഭാഗമായിട്ടാണ് NTSCയുടെ ട്രെയിനിങ് നൽകുന്നത്. ഇപ്പോ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി ബന്ധപ്പെടുന്നുണ്ട്. അവർക്കുള്ള പ്രോഗ്രാമും ആരംഭിക്കുന്നുണ്ട്. ആ വിശദാംശങ്ങൾ ആ നമ്പറിൽ അയച്ചു തരും കേട്ടോ. 9895804918. ഓക്കെ, പവിത്രയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. സർ, ഐ ആം ഇൻ ICSC കോഡ് മാനേജിംഗ് ബോർഡ് സ്കൂൾ at NTSC is getting difficult. ഓക്കെ പവിത്ര, ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് പവിത്ര ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ബോർഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നു. ബോർഡ് എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ NTSCക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ വരുമ്പോൾ മാനേജ് ചെയ്യാൻ പ്രയാസപ്പെടുന്നു. ഞാൻ പവിത്ര ചോദിച്ച ചോദ്യം കൊണ്ട് എല്ലാവരുമായിട്ടുമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നിങ്ങളൊരു ഫുട്ബോൾ മാച്ച് കാണുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുട്ബോൾ മാച്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കട്ടെ. നിങ്ങളൊരു ഫുട്ബോൾ മാച്ച് കാണുക. ഫുട്ബോൾ മാച്ച് കണ്ടു, ഫുട്ബോൾ മാച്ച് കഴിഞ്ഞു. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞാൽ ആ മാച്ചിന്റെ റിസൾട്ട് നിങ്ങൾ എങ്ങനെയാണ് പറയുക? സ്കോറിലാണ് പറയുക. ഓരോ ടീമും നേടിയ സ്കോർ, രണ്ടുപേരും സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ സ്കോർ ബോർഡിൽ 0-0 ഉണ്ടാവും. ഏതെങ്കിലും ഒരു ടീം ഒരു ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 1-0. കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ റിസൾട്ട് പോലെ 1-0 ഫൈനലിൽ, അല്ലെങ്കിൽ 2-0, 3-0, അല്ലെങ്കിൽ 1-2-1, 3-2 എന്ന രീതിയിൽ സ്കോർ ബോർഡാണ് ഉണ്ടാവുക. ഒരു ടീം ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. ആ ടീം ഫുട്ബോൾ മത്സരത്തിൽ 80% സമയം ബോൾ പൊസിഷൻ വെച്ചു. ഇപ്പൊ കളികൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ബോർഡ് മാത്രമല്ല കാണാൻ സാധിക്കുക, നിങ്ങൾക്ക് ബോൾ പൊസിഷൻ കൂടെ കാണാൻ അനാലിസിസിൽ അത് കൂടെ പറയുന്നുണ്ടാവും. ഒരു ടീം ഇത്ര മിനിറ്റ് ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു, എന്നിട്ടും കളി ജയിച്ചില്ല എന്നൊക്കെ റിപ്പോർട്ട് പറയാറുണ്ട്. ബ്രസീലായിരുന്നു ഗോൾ പൊസിഷൻ കൂടുതൽ, പക്ഷെ സ്കോർ ബോർഡിൽ അർജന്റീനയാണ് സ്കോർ ചെയ്തത്. ഇതുപോലെ നമ്മുടെ കുട്ടികളിൽ പലരും ധാരാളം കാര്യങ്ങൾ ചെയ്യും. ബോർഡ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, ക്ലാസ് അറ്റൻഡ് ചെയ്യും, നോട്ട് എഴുതും, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഫൈനൽ നിങ്ങളുടെ സ്കോർ ബോർഡിൽ സ്കോർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിനേഷൻ റിസൾട്ട് ഒക്കെ പ്രധാനമാണ്, ഒട്ടും അപ്രധാനമല്ല. പക്ഷേ 12ാം ക്ലാസ്സിന് ശേഷം, 12ാം ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. 12ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഏത് കോളേജിലാണ് എന്ന് തീരുമാനിക്കുന്നത് 12ാം ക്ലാസ് വരെ നിങ്ങൾ ഏത് സ്കൂളിൽ പഠിച്ചു എന്ന് തീരുമാനിച്ച പോലെയല്ല. കാരണം 12ാം ക്ലാസ് വരെ നിങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്ന് തീരുമാനിച്ച 2 ഘടകങ്ങൾ, ഏറ്റവും പ്രധാനമായ 2 ഘടകങ്ങളിൽ ഒന്ന് നിങ്ങളുടെ രക്ഷകർത്താവിന്റെ ബൈയിങ് പൊട്ടൻഷ്യലാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ആ സ്കൂളിൽ ചേർക്കുവാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങളുടെ രക്ഷകർത്താവിനുണ്ടായതുകൊണ്ടാണ്. രണ്ടാമത്തത് ജിയോഗ്രഫിക്കൽ റീസൺ ആണ്. നിങ്ങൾ ഏത് പ്രദേശത്താണ് ജീവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ കോഴിക്കോടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചേരുന്നത് കോഴിക്കോടുള്ള സ്കൂളിലായിരിക്കും.
നിങ്ങൾ ആലപ്പുഴയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആലപ്പുഴയുള്ള സ്കൂളിലായിരിക്കും. നിങ്ങൾ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തെ സ്കൂളിലായിരിക്കും. ഇപ്പൊ ജിയോഗ്രഫിക്കൽ റീസണും ബൈയിങ് പൊട്ടൻഷ്യലുമാണ്, രക്ഷകർത്താവിന്റെ ബൈയിങ് പൊട്ടൻഷ്യലും ജിയോഗ്രഫിക്കൽ റീസണുമാണ് 12ാം ക്ലാസ് വരെ നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ 12ാം ക്ലാസ്സിന് ശേഷം ഇവ രണ്ടും നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ തീരുമാനിച്ചാൽ ഭാവി എന്താണെന്നത് പ്രയാസമാണ്. അതുകൊണ്ട് രക്ഷകർത്താവിന്റെ ബൈയിങ് പൊട്ടൻഷ്യൽ കൊണ്ട് വാങ്ങാൻ സാധിക്കുന്നതല്ല. IIT-യിൽ 23 IIT-കളിൽ ഒരു സീറ്റ് വാങ്ങാൻ സാധിക്കില്ല. 32 NIT-കളിൽ ഒരു സീറ്റ് വാങ്ങാൻ സാധിക്കില്ല. 48 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു സീറ്റ് വാങ്ങാൻ സാധിക്കില്ല. 272 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഒരു സീറ്റ് വാങ്ങാൻ സാധിക്കില്ല. CMI-യിലോ ISI-യിലോ ഒന്നും, ചെന്നൈ മാത്തമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നാഷണൽ ലോ സ്കൂളിലോ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈനിലോ ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾക്ക് ഒരു സീറ്റും പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാ കിട്ടുന്നത്? കിട്ടുന്നത് നിങ്ങളുടെ മെറിറ്റിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. 17ാമത്തെ വയസ്സ് നിങ്ങളുടെ മെറിറ്റിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടേണ്ടുന്ന ഗ്രാജുവേഷൻ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ കിട്ടേണ്ടുന്ന സമയത്ത് അതിനാവശ്യമായ കരുത്ത്, സ്റ്റാമിന ബിൽഡ് ചെയ്യുവാനുള്ള എക്സസൈസ് ഓരോ ദിവസവും ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആ എക്സസൈസിന് പ്രയോറിറ്റി നൽകാൻ സാധിക്കണം. ആ പ്രയോറിറ്റി നൽകാൻ സാധിക്കാത്തവർക്ക് ഫുട്ബോൾ മത്സരത്തിൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു എന്നതുപോലെ ബോർഡ് പരീക്ഷയിൽ മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ എന്തുണ്ടാവില്ല? സ്കോർ ബോർഡിൽ 0 ആയിരിക്കും. നിങ്ങളുടെ ബോൾ പൊസിഷൻ ഈസ് ഈക്വൽ ടു യുവർ ബോർഡ് മാർക്ക്. ഫുട്ബോൾ മത്സരത്തിലെ ബോൾ പൊസിഷൻ പോലെയാണ് എന്ത്? ബോർഡ് മാർക്ക്. ബോൾ പൊസിഷൻ വേണം. ബോൾ പൊസിഷൻ ഇല്ലാതെ ഒരു ടീം മാച്ച് ലീഡ് ചെയ്യില്ല. പക്ഷെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് സ്കോറാണ്. അത് സ്കോർ ചെയ്യാൻ സാധിക്കണം. അത് സ്കോർ ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ഇതിന് നിങ്ങൾക്ക് സ്കോറിന് പ്രയോറിറ്റി കൊടുക്കണം. ബോൾ പൊസിഷൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? മനസ്സിലാവുന്നില്ലെങ്കിൽ അത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടാൽ വിശദീകരിക്കാം. അതുകൊണ്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതനുസരിച്ചിട്ടാണ്, ഷെഡ്യൂൾ നിശ്ചയിക്കുന്നതനുസരിച്ചിട്ടാണ്. ഷെഡ്യൂൾ ആണ് കാര്യം മാനേജ് ചെയ്യേണ്ടത്. ഒന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും 10ാം ക്ലാസ്സിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടോ? നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ പവിത്രയോട് നന്ദി പറയണം. കാരണം പവിത്ര ഈ ഒരു ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം. നിങ്ങൾക്ക് സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടോ? നിങ്ങളുടെ സ്റ്റഡി ഷെഡ്യൂളിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയമുണ്ടാകും, നിങ്ങളുടെ നോട്ട് ടേക്കിംഗ് പോലുള്ള ആക്ടിവിറ്റീസിനുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ടാകും, നിങ്ങളുടെ സെൽഫ് സ്റ്റഡിക്കുള്ള സമയമുണ്ടാകും. നിങ്ങൾ ഈ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഓരോന്നിനും നിശ്ചയിച്ച സമയത്ത് കോംപ്രമൈസ് ഇല്ലാതെ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം പല കുട്ടികളോട്, 10ാം ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിക്കാൻ ഇടവരുമ്പോൾ പലരും ഷെഡ്യൂളിൽ നിന്ന് തെറ്റിപ്പോകേണ്ടി വരുന്നുണ്ട്. ഷെഡ്യൂൾ തെറ്റിപ്പോകുമ്പോൾ സെൽഫ് സ്റ്റഡിയിലാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന കുഞ്ഞുങ്ങളെ, സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങൾ നോട്ട് എഴുതുന്നത്, നിങ്ങൾ അസൈൻമെന്റുകളും മറ്റു വർക്കുകളും ഒക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് സാമ്പാറിന് പച്ചക്കറി അരിയും പോലാണ്. പക്ഷെ കുക്ക് ചെയ്യുക എന്ന ഒരു പ്രോസസ് ഉണ്ട്. കുക്ക് ചെയ്യാതെ ഒരിക്കലും സാമ്പാർ ഉണ്ടാവില്ല. വെണ്ടക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങും അരിഞ്ഞതുകൊണ്ട് സാമ്പാർ ഉണ്ടാവില്ല. സാമ്പാർ ഉണ്ടാവണമെങ്കിൽ കുക്ക് ചെയ്യണം. ആ കുക്കിംഗ് എന്ന് പറഞ്ഞത് പഠനത്തിന്റെ കാര്യത്തിൽ സെൽഫ് സ്റ്റഡിയാണ്. ആ സെൽഫ് സ്റ്റഡിക്ക് കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങളുടെ ഷെഡ്യൂളിൽ നിങ്ങൾക്ക് സമയം നിശ്ചയിച്ചത് കോംപ്രമൈസ് ചെയ്യാതെ ആ ഷെഡ്യൂളിൽ സെൽഫ് സ്റ്റഡി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സാമ്പാറിന് കഷ്ണങ്ങൾ അരിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ, സാമ്പാർ ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഈ സെൽഫ് സ്റ്റഡിയുടെ ഭാഗത്തിൽ NTSC പ്രിപ്പറേഷൻ കൂടി പ്രയോറിറ്റി നൽകി ഉൾപ്പെടുത്തിയാൽ ആ ഷെഡ്യൂളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമാണ് ഷെഡ്യൂൾ ഉണ്ടാവണം. ആ ഷെഡ്യൂളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. ഓക്കെ Gauri, I am studying state syllabus. Okay, so I'm studying my textbook 8, 9 and 10. Yes, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഗൗരിക്ക് 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്താൽ മതി. NCERT ടെക്സ്റ്റ് ബുക്ക് സ്റ്റേജ് 1-ൽ റെഫർ ചെയ്യുന്നത് കുഴപ്പമില്ല.
സയൻസ് വിഷയങ്ങൾ റെഫർ ചെയ്യുന്നത് കുഴപ്പമില്ല, റെഫർ ചെയ്യുന്നത്. പക്ഷേ നാഷണൽ ലെവൽ എക്സാമിനേഷന് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ റെഫർ ചെയ്യണം. സ്റ്റേജ് 1 എക്സാമിനേഷൻ SCERT ബേസ്ഡ് ആണ്, സ്റ്റേജ് 2 എക്സാമിനേഷൻ NCERT ബേസ്ഡ് ആണ്. ദിവ്യയുടെ ചോദ്യത്തിന് ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇർഫാൻ ഫ്രം ഇടുക്കി, ഓക്കെ. NCERT ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ് മാത്രമല്ല. NCERT ടെക്സ്റ്റ് ബുക്ക് അല്ല, SCERT ടെക്സ്റ്റ് ബുക്കാണ്. സ്റ്റേജ് 1 എക്സാമിനേഷൻ. ഇർഫാൻ, ഞാൻ പറഞ്ഞത് സ്റ്റേജ് 1 എക്സാമിനേഷന് SCERT ടെക്സ്റ്റ് ബുക്കാണ്. ആ SCERT ടെക്സ്റ്റ് ബുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളിൽ നിന്ന്, കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളിൽ നിന്ന് അത് വാങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? അത് SCERT ടെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, കേരള SCERT അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. So do we get 120 minutes for this paper? 124 സെപ്പറേറ്റ് പേപ്പറാണ്. ഗൗരി പേപ്പർ മാറ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാറ്റ് എക്സാമിനേഷൻ. അപ്പോൾ 120 മിനിറ്റ് കൊണ്ട് മാറ്റ് ആൻസർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സാറ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ ദിവ്യ അന്ന വർഗീസ് ക്രാഷ് കോഴ്സ് NTSC ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. NTSCക്ക് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്പയർ. ഇതിനകത്ത് ഓൺലൈൻ എക്സാമിനേഷൻസ് ഉണ്ട്, മാറ്റിൻ്റെ ക്ലാസ്സുകളുണ്ട്, സാറ്റിൻ്റെ റിവിഷൻ ക്ലാസ്സുകളുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ ആവശ്യമായവർക്ക് ഉപയോഗപ്പെടുത്താൻ. അതൊരു കോഴ്സ് ഫീസ് ഉണ്ടാവും നിശ്ചയമായിട്ടും. അത് കോഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ 98958049 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഇതിൽ അവൈലബിൾ ആയ കോഴ്സസ് എല്ലാം നിങ്ങളെ അറിയും. നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിനേഷൻസ് മാത്രമായിട്ട് പങ്കെടുക്കണമെങ്കിൽ എക്സാമിനേഷൻ മാത്രമായിട്ട് പങ്കെടുക്കാം. ഈ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. So should we only focus on SCERT text for NTSC? പവിത്ര, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേജ് 1 എക്സാമിനേഷൻ്റെ സോഷ്യൽ സയൻസിന് മുഴുവനായിട്ട് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം. സയൻസ് വിഷയങ്ങളിൽ നിങ്ങൾ NCERT സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ NCERT തന്നെ മതി. കാരണം സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് അത് SCERT വന്നാലും വ്യത്യാസമില്ല. പക്ഷെ സോഷ്യൽ സയൻസിന്റെ കണ്ടന്റിൽ വ്യത്യാസമുണ്ട്. കാരണം ഫ്രീഡം മൂവ്മെന്റ് ഇൻ കേരള, ഹിസ്റ്ററിയിൽ ഇവിടെ വരുന്നത് ഫ്രീഡം മൂവ്മെന്റ് ഇൻ കേരളയാണ്. എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫ്രീഡം മൂവ്മെന്റ് എന്ന ഭാഗത്ത് വരുന്നത്, ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുന്നത് ഫ്രീഡം മൂവ്മെന്റ് ഇൻ കേരള അല്ല. അതുകൊണ്ടാണ് വ്യത്യാസം, കേട്ടല്ലോ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കൊണ്ടുവന്ന വിളംബരം എന്നായിരുന്നു, ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു, ഗുരുവായൂർ സത്യാഗ്രഹം എന്നായിരുന്നു എന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും. അതായിരിക്കില്ല ഏതിൽ വരിക, NCERT ഉണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ സോഷ്യൽ സയൻസിന്റെ പേപ്പർ എടുത്ത് നോക്കിയാൽ അത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ സാറ്റിന്റെ പേപ്പർ എടുത്ത് നോക്കിയാൽ സോഷ്യൽ സയൻസ് ഏത് ഭാഗത്ത് നിന്ന് വന്നു എന്നുള്ളത് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻസ്? ഇനി NTSCയെ സംബന്ധിച്ച് ചോദ്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കരിയർ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇനി ഒരു മെസ്സേജിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്പയറിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തവർ ഇതിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതൊന്ന് റെസ്പോണ്ട് ചെയ്യും. ആദ്യമായിട്ട് ഇൻസ്പയറിലെ ഒരു പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുത്തത്.
ഓക്കെ, ബീന സാജൻ, മറിയ ജോസഫ്, ഇവരൊക്കെ ആദ്യമായി പങ്കെടുത്തവരാണ്. ഒത്തിരി പേര് ആദ്യമായിട്ട് പങ്കെടുത്തവരാണ്. ഓക്കെ, ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിച്ചവരുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവരുണ്ടോ? എന്നുവെച്ചാൽ എല്ലാവർക്കും എല്ലാം ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ മനസ്സിലായി എന്നാണ്. Dia and Varghese, you are from which school? Dia? Class Vidyavihaar. ചങ്ങനാശ്ശേരി. Yes. Dia Vinod, you are from which school? ദിയ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. യെസ് സർ. ദിയ ഏത് സ്കൂളാണ്? സെന്റ് മേരീസ് ആലപ്പുഴ. ആലപ്പുഴ സെന്റ് മേരീസ്. ഓക്കെ, ആദ്യമായിട്ടാണോ ഇൻസ്പയറിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്? സെന്റ് മേരീസ് ആലപ്പുഴ CBSE-യിലാണോ? സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിലാണോ? അതെ. ഏത് ക്ലാസ് തൊട്ട് അവിടെ പഠിക്കുന്നത്? LKG. എന്നിട്ട് ഞാൻ നിങ്ങളുടെ സ്കൂളിൽ വന്ന് ക്ലാസ് എടുത്തപ്പോഴും ഇല്ലായിരുന്നു? ഓർക്കുന്നില്ല. ഓക്കെ, ഓക്കെ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും Q&A വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ സന്തോഷം. ഇത്രയും കുട്ടികൾ 47ഓളം പേര് ക്ലാസ്സിലുണ്ടായിരുന്നു. NTSE വളരെ ഗൗരവത്തിൽ കണ്ട് തയ്യാറെടുക്കാനായിട്ട് താല്പര്യപ്പെട്ട എല്ലാ കുട്ടികൾക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനും IIT എൻട്രൻസ്, IIT JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷനും KVPY പോലുള്ള സയൻസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും അല്ലെങ്കിൽ ലോ എൻട്രൻസ് ക്ലാറ്റ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പോലെയുള്ള ഇംഗ്ലീഷ് നല്ല രീതിയിൽ നല്ല ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് IFLU പോലുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ പ്രവേശനം ലഭിക്കുവാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുവാനുള്ള ഒരു പഠന ആരോഗ്യം 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എത്തുമ്പോൾ ഉണ്ടാകുവാനായിട്ട് ആ രീതിയിൽ നിങ്ങളുടെ ലേണിംഗ് സ്റ്റാമിന ബിൽഡ് ചെയ്യാനായിട്ട് NTSEക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. NTSE വിജയിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് NTSE തയ്യാറെടുപ്പിലൂടെ നിങ്ങൾ കൈവരിക്കുന്ന ഗുണങ്ങൾ. അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വലിയ അവസരങ്ങളും ഉണ്ടാക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് NTSE സംബന്ധിച്ച് ഇൻസ്പയർലെസ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ, നിലവിൽ അത്തരം സൗകര്യങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ ആ ഇൻസ്പയർലെസ് സൗകര്യങ്ങൾ NTSEക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതിന് നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ ഒന്നുകൂടി ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ച് തരും. അത് നമുക്ക് ആവശ്യമായവർക്ക് അത് ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെ മോഡൽ പേപ്പറുകളും ഡിസ്കഷനും ഓൺലൈൻ പരീക്ഷകളും അതിൻ്റെ ഡിസ്കഷൻസുമുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ NTSEയുടെ ഒരു
ക്വിക്ക് റിവിഷൻ ക്ലാസ്സുകളുണ്ട്. ഇതിൽ ഏത് സൗകര്യങ്ങളും എല്ലാം ഓൺലൈനിലാണ്. ഇൻസ്പയറിൻ്റെ തന്നെ വെബ്സൈറ്റിലൂടെയുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഇൻസ്പയർ എല്ലാം ലൈവ് ആക്ടിവിറ്റിയാണ്. ഇത് പബ്ലിക് പ്രോഗ്രാമിന് മാത്രമാണ് സൂം ഉപയോഗിക്കുന്നത്. സാധാരണ ഇൻസ്പയർ ക്ലാസ്സുകൾ ഇൻസ്പയർ വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴിയാണ്. ഓരോ പ്രാവശ്യവും ലിങ്ക് ഷെയർ ചെയ്യുന്ന രീതിയല്ല. യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ഇൻസ്പയർ വെബ്സൈറ്റിൽ നിന്ന് ഡിജിറ്റൽ ക്ലാസ്സിലോട്ട് നേരിട്ട് പ്രവേശിക്കാം. ഡിജിറ്റൽ ലൈവ് ക്ലാസ്സുകളാണ്. അതിലാണ് ഈ പറയുന്ന ക്വിക്ക് റിവിഷൻ ക്ലാസ്സുകൾ ഒക്കെ നടക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നേരത്തെ പറഞ്ഞ നമ്പറിൽ തന്നെ ലഭിക്കും. 9895804911. ഞാൻ നിങ്ങളാരും പേര് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞുമില്ല. ചോദ്യത്തിൽ ആരെങ്കിലും അതെന്ന് വിചാരിച്ചു. നമുക്ക് എന്തെങ്കിലും NTSC സംബന്ധിച്ചിട്ട് ആയതോ അല്ലാത്തതോ കരിയർ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയാവുന്നെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എൻ്റെ പേര് M. സുബോധ്, SUBODH. M. സുബോധ്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. അത് ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പർ തീർച്ചയായിട്ടും 90